ഹരേ കൃഷ്ണ 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 ഹരേ ഹരേ, ഹരേ രാം 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 ഹരേ ഹരേ. എല്ലാവർക്കും കേൾക്കാൻ പറ്റുന്നുണ്ടെന്ന് വിചാരിക്കുന്നു. നമുക്ക് ഇന്നത്തെ മഹാഭാരതം ചർച്ച ആരംഭിക്കാം. കഴിഞ്ഞ മഹാഭാരതത്തിൽ, അതായത് ഇന്നലെ നമ്മൾ പഠിച്ചത്, ധർമ്മരാജൻ യുധിഷ്ഠിരനോട് യക്ഷരൂപത്തിൽ വന്ന യമരാജൻ കുറേ ചോദ്യങ്ങൾ ചോദിക്കുകയാണ്. ആദ്യം പാണ്ഡവർ ഒരു ബ്രാഹ്മണൻ്റെ യജ്ഞസാമഗ്രികൾ അന്വേഷിച്ചിട്ട് പോവുകയാണ്. കാരണം ആ ബ്രാഹ്മണൻ വന്നിട്ട് പറയുകയാണ്, ഒരു മാൻ വന്നിട്ട് ഒരു ബ്രാഹ്മണൻ്റെ യജ്ഞസാമഗ്രികളെല്ലാം കൊണ്ടുപോയി എന്ന്, കൊമ്പിലിങ്ങനെ തൂക്കി കൊണ്ടുപോയി എന്ന് പറഞ്ഞു. അതുകൊണ്ട് അത് നഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ പിന്നെ ആ ബ്രാഹ്മണന് യജ്ഞം ചെയ്യാൻ കഴിയില്ല. അങ്ങനെ അവർ പാണ്ഡവരോട് വന്ന് പറഞ്ഞപ്പോൾ യുധിഷ്ഠിരനും മറ്റ് 4 സഹോദരന്മാരും അന്വേഷിച്ച് പോവുകയാണ് ആ മാൻ എവിടെയാണെന്ന്. കുറേ ദൂരം അവർ സഞ്ചരിച്ചു, മാൻ്റെ പുറകെ പോയി, പക്ഷെ മാനിനെ പിടിക്കാനേ കിട്ടിയില്ല. കുറേ ദൂരം സഞ്ചരിച്ചപ്പോൾ അവർക്കെല്ലാം ദാഹം അനുഭവപ്പെട്ടു. അവസാനം യുധിഷ്ഠിരൻ മഹാരാജ് പറഞ്ഞു, ഞാനിവിടെ നിൽക്കാം, നകുല നീ അടുത്തെങ്ങാനും കുളമുണ്ടോ എന്ന് പോയി അന്വേഷിച്ചിട്ട് വരാൻ പറഞ്ഞു. അങ്ങനെ നകുലൻ പോയി, പിന്നെ സഹദേവൻ പോയി. ഓരോരോ വ്യക്തികൾ അവിടെ പോയി ദാഹം കാരണം വെള്ളം കുടിക്കാൻ ശ്രമിക്കുകയാണ്. ഉടൻ തന്നെ മരിച്ചു വീഴുകയാണ്. കാരണം യക്ഷരൂപത്തിലുള്ള യമരാജൻ പറയുകയാണ്, എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം നൽകിയിട്ടേ വെള്ളം കുടിക്കാവുള്ളൂ. പക്ഷേ ആരും ചോദ്യത്തിന് ഉത്തരം നൽകാൻ ശ്രമിച്ചിട്ടില്ല. എല്ലാവരും ഇങ്ങനെ ബോധം കെട്ട് മരിച്ചു എന്ന് തന്നെ പറയാം, ജീവൻ പോവുകയാണ്. അവസാനം യുധിഷ്ഠിരൻ അന്വേഷിച്ച് വരുമ്പോൾ 4 സഹോദരന്മാരും മരിച്ചു എന്ന് കണ്ടിട്ട് ഒരുപാട് ദുഃഖിതനാവുകയാണ്. അപ്പോൾ അദ്ദേഹത്തിനും തീരെ അസ്വസ്ഥനായിട്ടിരിക്കുകയാണ്. അന്നേരം ഈ വെള്ളമായിട്ട് എന്തോ ബന്ധമുണ്ടെന്ന് തോന്നി അദ്ദേഹത്തിന്. പിന്നെ നല്ല ശക്തമായിട്ടുള്ള ദാഹം അനുഭവപ്പെട്ടുകൊണ്ട് അദ്ദേഹം ഒന്ന് വെള്ളം കുടിക്കാമെന്ന് പറഞ്ഞിട്ട് വെള്ളത്തിലോട്ട് ഇറങ്ങുന്ന സമയത്ത് വീണ്ടും ആ ശബ്ദം കേൾക്കുകയാണ്, എൻ്റെ ഉത്തരം നൽകിയിട്ടേ നീ കുളത്തിൽ നിന്ന് വെള്ളം കുടിക്കാൻ പാടുള്ളൂ എന്ന് ഒരു ശബ്ദം കേൾക്കുകയാണ്. അങ്ങനെ ആ യക്ഷൻ്റെ ചോദ്യങ്ങൾക്കെല്ലാം ഉത്തരം ധർമ്മരാജൻ യുധിഷ്ഠിര മഹാരാജ് വളരെ മനോഹരമായിട്ട് നൽകുകയാണ്. അതെല്ലാം കേട്ടിട്ട് യക്ഷൻ വളരെയധികം സംതൃപ്തനാവുകയാണ്. ആദ്യം ഒരു കൊക്കിൻ്റെ രൂപത്തിലായിരുന്നു യക്ഷനെ കണ്ടത്. പിന്നെ അതിനുശേഷം യക്ഷൻ ആ കൊക്കിൻ്റെ രൂപത്തിൽ നിന്ന് വലിയൊരു ഭീകര രൂപമായിട്ട് മാറുകയാണ്. ആ ഭീകര രൂപത്തിലാണ് ഈ ചോദ്യങ്ങളെല്ലാം ചോദിക്കുന്നത്. പക്ഷെ എന്നിട്ടും ധർമ്മരാജനായ യുധിഷ്ഠിരന് മനസ്സിലായി, അങ്ങ് സാധാരണ ഒരു യക്ഷൻ മാത്രമല്ല, അങ്ങ് യഥാർത്ഥത്തിൽ ആരാണ്? അങ്ങ് എൻ്റെ അച്ഛനായ സാക്ഷാൽ ധർമ്മരാജൻ തന്നെയാണോ? ധർമ്മരാജൻ യമരാജൻ രണ്ടും ഒരാളാണ്. പക്ഷേ നമ്മൾ യുധിഷ്ഠിര മഹാരാജനെയും ധർമ്മരാജൻ എന്ന് പറയും. അന്നേരം പറഞ്ഞ അങ്ങൻ്റെ അച്ഛനായ സാക്ഷാൽ യമൻ തന്നെയാണോ എന്ന് ചോദിക്കുകയാണ്. അപ്പോൾ യക്ഷൻ പറയുക, അതെ, ഞാനാണ് യമരാജൻ, നിന്നെ പരീക്ഷിക്കാനായിട്ട് ഞാനിവിടെ വന്നിരിക്കുകയാണ്. ഓക്കെ. അങ്ങനെ പിന്നെ അതിനുശേഷം നിൻ്റെ ഉത്തരത്തിൽ ഞാൻ ഒരുപാട് സംപ്രീതനാണ്. നിൻ്റെ എല്ലാ സഹോദരന്മാരെയും ഞാൻ പുനർജീവിപ്പിക്കുകയാണ്. പിന്നെ എന്ത് വരം വേണമെങ്കിലും ചോദിച്ചോളാൻ പറഞ്ഞു. അപ്പോൾ ആദ്യം ചോദിച്ചത്, ആ ബ്രാഹ്മണൻ്റെ യജ്ഞത്തിൻ്റെ സാമഗ്രികളെല്ലാം തിരിച്ച് ലഭിക്കാൻ നമ്മൾ എന്താ ചെയ്യേണ്ടത് എന്ന് പറഞ്ഞു. അത് ഞാൻ തന്നെയാണ് മാൻ്റെ രൂപത്തിൽ വന്നതെന്ന് ധർമ്മരാജൻ പറയുകയാണ്. അതിനുശേഷം യമരാജൻ ഞാൻ വീണ്ടും പറഞ്ഞില്ല, ഒരേ ആൾ തന്നെയാണ്. പക്ഷേ യുധിഷ്ഠിരനെയും നമ്മൾ ധർമ്മരാജൻ എന്ന് പറയാറുണ്ട്. അപ്പോൾ ആ യജ്ഞത്തിൻ്റെ സാമഗ്രികളെല്ലാം തിരിച്ചു കൊടുക്കുകയാണ്. പക്ഷെ അതിനോടൊപ്പം തന്നെ യമരാജൻ പറയുകയാണ്, നിനക്ക് ഇനിയും ഒരു വരം കൂടെ ചോദിക്കാമെന്ന് പറഞ്ഞു. അപ്പോൾ പറഞ്ഞു, നമ്മൾ പാണ്ഡവർ അജ്ഞാതവാസം അടുത്തെത്തിയിരിക്കുകയാണ്. ഒരു അജ്ഞാതവാസത്തിൽ ആരും നമ്മളെ തിരിച്ചറിയരുത് എന്ന് പ്രാർത്ഥിക്കുകയാണ്. അപ്പോൾ യമരാജൻ പറയുകയാണ്, അജ്ഞാതവാസത്തിൽ നിങ്ങൾ ഒരു വേഷവും മാറാതെ ഇതേപോലെ നിങ്ങൾ യാത്ര ചെയ്യുകയാണെങ്കിൽ പോലും ആർക്കും നിങ്ങളെ തിരിച്ചറിയാൻ കഴിയില്ലെന്ന് ആ ഒരു അനുഗ്രഹം കൊടുക്കുകയാണ്. പക്ഷേ യമരാജന് തൃപ്തി വരുന്നില്ല. യമരാജൻ വീണ്ടും ചോദിച്ചു, നീ ഒരു വരം കൂടെ ചോദിച്ചോ, കാരണം നിനക്ക് എത്ര നൽകിയാലും എനിക്ക് തൃപ്തിയാവുന്നില്ലെന്ന് പറഞ്ഞു. അന്നേരം അദ്ദേഹം പറയുന്നു, എൻ്റെ ഉള്ളിൽ ഒരിക്കലും ഞാൻ അത്യാഗ്രഹത്തിനും അധപ്പതനത്തിലും
വീണ് പോകരുതേ, അത്യാഗ്രഹിയായി മാറരുതേ, ക്രോധത്തിന് അടിമപ്പെട്ടു പോകരുതേ, അധപ്പതിച്ചു പോകരുതേ എന്ന് പറഞ്ഞു. എൻ്റെ ഉള്ളിൽ സത്യം, ദാനം, തപസ്യ എപ്പോഴും ഉറച്ചു നിൽക്കണേ പറഞ്ഞു. അപ്പോൾ യമരാജൻ ചിരിച്ചിട്ട് പറഞ്ഞു, ഈ സദ്ഗുണങ്ങളെല്ലാം നിൻ്റെ ഉള്ളിൽ എപ്പോഴും ഉണ്ട്, പക്ഷെ എന്നാലും നീ പ്രാർത്ഥിച്ചുകൊണ്ട് ഞാൻ അതിനായിട്ട് അനുഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞിട്ട് യമരാജൻ അപ്രത്യക്ഷനാകുന്നു. ഇതുവരെയാണ് നമ്മൾ പഠിച്ചത്. ഇനി വിരാട് രാജ്യത്തിലേക്ക് പാണ്ഡവർ കിടക്കുന്ന അതിമനോഹരമായിട്ടുള്ള ദൃശ്യമാണ്. അത് നമുക്ക് ചർച്ച ചെയ്യാം. അതിന് മുമ്പായിട്ട് നമുക്ക് പ്രാർത്ഥിക്കാം. ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ, ഓം നമോ ഭഗവതേ വാസുദേവായ. നാരായണം നമസ്കൃത്യം നരം ചൈവ നരോത്തമം ദേവീം സരസ്വതീം വ്യാസം തതോ ജയമുദീരയേത്. അഷ്ടപ്രായേഷു അഭദ്രേഷു നിത്യം ഭാഗവത സേവയാ ഭഗവതി ഉത്തമശ്ലോകേ ഭക്തിർഭവതി നൈഷ്ഠികേ. കൃഷ്ണായ വാസുദേവായ ദേവകീനന്ദനായ ച നന്ദഗോപകുമാരായ ഗോവിന്ദായ നമോ നമഃ. ഓം അജ്ഞാനതിമിരന്ധസ്യ ജ്ഞാനാഞ്ജനശലാഖായ ചക്ഷുരുന്മിലിതം യേന തസ്മൈ ശ്രീഗുരവേ നമഃ. ശ്രീചൈതന്യമനോഭീഷ്ടം സ്ഥാപിതം യേന ഭൂതലേ സ്വയം രൂപകഥാ മഹ്യം ദദാതി സ്വപദാന്തികം. വന്ദേഹം ശ്രീഗുരോം ശ്രീയുതാപദകമലം ശ്രീഗുരും വൈഷ്ണവംശ്ച ശ്രീരൂപം സാഗ്രജാതം സർവനിരഘുനാഥാൻവിതം തം സജീവം സാദ്വൈതം സാവധൂതം പരിജനാസഹിതം കൃഷ്ണചൈതന്യദേവം ശ്രീരാധാ കൃഷ്ണപാദാൻ സർവനിലലിതാ ശ്രീവിശാഖാൻവിതം ച. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ജയപതാക സ്വാമിനിധി നാമിനെ നമാചാര്യപാദായ പദായിനി ഗൗരഗതാദാമധായ നഗരഗ്രാമധാരിണി. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തിവേദാന്ത സ്വാമിനിധി നാമിനെ നമസ്തേ സാരസ്വതീ ദേവി ഗൗരവാണി പ്രചാരിണേ നിർവിശേഷശൂന്യവാദി പാശ്ചാത്യദേശനായ. നമോ വിഷ്ണുപാദായ കൃഷ്ണപൃഷ്ഠായ ഭൂതലേ ശ്രീമതേ ഭക്തി സിദ്ധാന്ത സരസ്വതീ നാമിനെ ശ്രീഭാഷമാനവീ ദേവദേതായ കൃപാബ്ദേ കൃഷ്ണസംബന്ധ വിജ്ഞാനദായിനി പ്രവീണ മാധുര്യോജ്വല പ്രേമാഢ്യ ശ്രീരൂപാനുഗഭക്തിദാ ശ്രീ ഗൗരകരുണാ ശക്തി വിഗ്രഹായ നമോസ്തുതേ. നമസ്തേ ഗൗരവാണി ശ്രീമൂർത്തേ ദീനതാരിണേ രൂപാനുഗവിരുദ്ധസിദ്ധാന്തബന്ധഹാരിണി. നമോ ഗൗരകിഷോരായ സാക്ഷാത് വൈരാഗ്യമൂർത്തേ വിപ്രലംബരസാംഭൂതേ പാദാംബുജായ തേ നമഃ. നമോ ഭക്തിവിനോദായ സച്ചിദാനന്ദനാമിനേ ഗൗരശക്തിസ്വരൂപായ രൂപാനുഗവരായ തേ. ഗൗരാവിർഭാവഭൂമേസ്തം നിർദ്ദിഷ്ടസജ്ജനപ്രിയ വൈഷ്ണവസർവഭൗമ ശ്രീജഗന്നാഥായ തേ നമഃ. നമോ മഹാവദന്യായ കൃഷ്ണപ്രേമപ്രദായിതേ കൃഷ്ണായ കൃഷ്ണചൈതന്യനാമിനേ ഗൗരത്വസേ നമഃ. പഞ്ചതത്വാത്മകം കൃഷ്ണം ഭക്തരൂപസ്വരൂപകം ഭക്താവതാരം ഭക്താഖ്യം നമാമി ഭക്തശക്തിം. ഹേ കൃഷ്ണ കരുണാ സിന്ധോ ദീനബന്ധോ ജഗത്പതേ ഗോപേശം ഗോപികാ കാന്ത രാധാകാന്ത നമോസ്തുതേ. ജയതാം സുരതോ പങ്കോർമമന്ദമതേർഗതി മത്സർവസ്വ പാദാംഭോജോ രാധാമദനമോഹനം. ദിവ്യവൃന്ദാരണ്യകൽപദ്രുമദ ശ്രീമദ് രത്നാകാര സിംഹാസനസ്ഥോ ശ്രീമദ് രാധാ ശീലഗോവിന്ദദേവോ പൃഷ്ഠാഭിസേവ്യമാനോ സ്മരാമി. ശ്രീമന്ദാസരസാരംഭീ വംശീവടത്തടസ്ഥിത കർഷൻ വേണുസ്വനേർഗോപീർഗോപീനാഥശ്രീയസ്തുനാ തപ്തകാഞ്ചനഗൗരാംഗീ രാധേ വൃന്ദാവനേശ്വരി വൃഷഭാനുസുതേ ദേവി പ്രണമാമി ഹരിപ്രിയേ. जय श्री कृष्ण चैतन्य प्रभु नित्यानंद श्री अद्वैत गदाधर श्रीवासदि गौरभक्तवृंद. हरे कृष्ण 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 हरे 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 राम 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 हरे 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 कृष्ण 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 हरे 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 राम 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 हरे हरे कृष्ण 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 हरे 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 राम 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 हरे हरे. मोगं करोति वाचालं भङ्गं लङ्घयति गिरिं यत्कृपादमहं वन्दे श्रीगुरुं दीनतारिणं परमानन्दमाधवं श्रीचैतन्यमीश्वरं. हरि ओं तत्सत्. हरे कृष्ण. കഴിഞ്ഞ ദിവസം നമ്മൾ യുധിഷ്ഠിര മഹാരാജിൻ്റെ യക്ഷൻ എന്ന് പറയുന്നത് സാക്ഷാൽ യമരാജൻ തന്നെയായിരുന്നു. യമരാജനുമായിട്ടുള്ള ഒരു സംവാദമാണ് ചർച്ച ചെയ്തത്. ഇനി പാണ്ഡവർ വിരാട് ദേശത്തിലേക്ക് അജ്ഞാതവാസം ആരംഭിക്കുകയാണ് പാണ്ഡവരുടെ. നമുക്ക് നോക്കാം.
മഴക്കാലം കഴിഞ്ഞു, അതായത് ചാതുർമാസ്യം അത് വന്നുപോയി. ജ്യോതിഷശാസ്ത്രപ്രകാരം ധൗമ്യ ഋഷി കണക്കുകൂട്ടി പറഞ്ഞു, 13ാമത്തെ വർഷം അജ്ഞാതവാസത്തിൻ്റെ ആരംഭിക്കാൻ പോവുകയാണ്. സഹോദരന്മാരെല്ലാവരും തമ്മിൽ ചർച്ച ചെയ്തു എന്താണ് ഇനി അജ്ഞാതവാസത്തിൽ ചെയ്യേണ്ടതെന്ന്. പക്ഷെ എന്തായാലും അവർക്കൊരു വലിയ പ്രതീക്ഷ ഉണ്ടായിരുന്നു. സാക്ഷാൽ യമരാജൻ തന്നെ അവർക്ക് അനുഗ്രഹം നൽകിയിരുന്നു, അതായത് ആരും അവരെ തിരിച്ചറിയില്ല എന്ന്. ദുര്യോധൻ പലതരത്തിലുള്ള ഗുപ്തചരന്മാരെ എല്ലാവരെയും പല പല സ്ഥലങ്ങളിൽ ആയിരക്കണക്കിന് ചാരന്മാരെയാണ് ദുര്യോധൻ നിയമിച്ചിരിക്കുന്നത് പാണ്ഡവരെ അന്വേഷിക്കാനായിട്ട്. പക്ഷെ എന്തായാലും അവർക്ക് കിട്ടാൻ കഴിയില്ല എന്ന് പാണ്ഡവർക്ക് ഉറപ്പായി. പക്ഷെ എന്നിട്ടും പാണ്ഡവർ ഒരു പരീക്ഷണത്തിന് തയ്യാറല്ലായിരുന്നു. അതുകൊണ്ട് അവരുടെ ഭാഗത്തുനിന്ന് എത്ര നല്ല രീതിയിൽ സ്വയം ഒളിക്കാം എന്നവർ ചിന്തിച്ചുകൊണ്ടിരിക്കുകയാണ്. യുധിഷ്ഠിര മഹാരാജ് അർജുനോട് പറഞ്ഞു, അർജുന, നമ്മൾ എങ്ങനെയാണ് അജ്ഞാതവാസം നിറവേറ്റേണ്ടത്? എന്നിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, യമരാജൻ്റെ അനുഗ്രഹത്താൽ തീർച്ചയായിട്ടും നമ്മൾ സുരക്ഷിതരാണ്. നമ്മളെ ആർക്കും തിരിച്ചറിയാൻ കഴിയില്ല, എനിക്കതിലൊരു സംശയമില്ല. പക്ഷെ എന്നാലും നമ്മൾ ഏത് സ്ഥലത്ത് പോകണം, ഏത് സ്ഥലത്ത് നമുക്ക് സമാധാനമായിട്ട് കഴിയും എന്ന് നമ്മൾ ചിന്തിക്കേണ്ടതായിട്ടുണ്ട്. ഞാൻ ചില സ്ഥലങ്ങളുടെ പേരുകൾ പറയാം എന്ന് യുധിഷ്ഠിര മഹാരാജ് പറയും. ക്ഷമിക്കണം, ഇത് അർജുനാണ് പറയുന്നത്. ആദ്യം യുധിഷ്ഠിരൻ ചോദിക്കുകയാണ്, എന്നിട്ട് അർജുൻ പറയുകയാണ് ഏതൊക്കെ സ്ഥലങ്ങളാണ് നമുക്ക് ഏറ്റവും സുരക്ഷിതമായിട്ടുള്ള സ്ഥലം. അർജുനൻ അങ്ങനെ കുറച്ച് രാജ്യങ്ങളുടെ പേര് പറഞ്ഞു. എന്നിട്ട് യുധിഷ്ഠിരനോട് പറഞ്ഞു, യുധിഷ്ഠിര ജ്യേഷ്ഠ, ഇതിൽ ഏറ്റവും ഉത്തമം ഏതാണെന്ന് അങ്ങനെ പറയും. ഇത് കേട്ടിട്ട് യുധിഷ്ഠിരൻ വളരെ ഉചിതമായിട്ടുള്ള രാജ്യങ്ങളുടെ പേരുകളാണ് അർജുന നീ പറഞ്ഞത്. എന്നിട്ട് യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, എന്തായാലും ധർമ്മരാജൻ പറഞ്ഞത് പ്രകാരം മത്സ്യരാജ്യം, വിരാട് രാജ്യം, ഇത് രണ്ടും ഒരേ രാജ്യത്തിൻ്റെ തന്നെ പേരാണ്. അതായിരിക്കും നമുക്ക് ഏറ്റവും ഉചിതം എന്ന് തോന്നുന്നു. വൃദ്ധനായിട്ടുള്ള രാജാവാണെങ്കിലും മഹാശക്തനാണ്, ദാനധർമ്മിഷ്ഠനാണ്, എപ്പോഴും ധർമ്മത്തിൽ ഉറച്ചു നിൽക്കുന്ന ആളാണ്, എപ്പോഴും പാണ്ഡവരോട് ഒരു ഇഷ്ടം സൂക്ഷിക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് അവിടുത്തെ സേവകരായിട്ട് നമുക്ക് പോകാമെന്ന് പറഞ്ഞു. ഉടൻ തന്നെ യുധിഷ്ഠിരൻ ബാക്കി സഹോദരന്മാരോട് ചോദിച്ചു, നിങ്ങളൊക്കെ എങ്ങനെയായിരിക്കും നിങ്ങളെ അവതരിപ്പിക്കുന്ന രാജാവിൻ്റെ മുമ്പിൽ എന്ന് ചോദിച്ചു. അർജുൻ വളരെ സംശയത്തോടെ പറഞ്ഞു, അങ്ങ് എങ്ങനെയാണ് ഒരു രാജാവിൻ്റെ സേവകനാകാൻ കഴിയുക? അങ്ങ് മനുഷ്യരുടെ ഇടയിൽ ദൈവത്തെ പോലെയാണ്, അങ്ങ് എപ്പോഴും ചക്രവർത്തിയാണ്. അതുകൊണ്ട് അങ്ങേക്കാട്ടിയും തുച്ഛനായിട്ടുള്ളൊരു വ്യക്തിയുടെ മുമ്പിൽ സേവകനായിട്ട് നിൽക്കുന്നത് ശരിയാവുമോ? ഉടനെ യുധിഷ്ഠിര മഹാരാജ് അർജുനെ സമാധാനിപ്പിച്ചു. എന്നിട്ട് പറഞ്ഞു, നമുക്കൊരു പ്രശ്നം ഉണ്ടാകത്തില്ല. ഞാൻ രാജാവിൻ്റെ ഒരു സുഹൃത്തായിട്ട് വർത്തിക്കുന്നതായിരിക്കും. എന്നിട്ട് ഞാൻ പറയും, യുധിഷ്ഠിരൻ്റെ ഞാൻ സേവകനായിരുന്നു, യുധിഷ്ഠിരൻ്റെ സേവകനുമായിരുന്നു, വളരെ സുഹൃത്തുമായിരുന്നു എന്ന് പറയാം. എൻ്റെ പേര് കങ്കൻ എന്നാണെന്ന് പറയാം. ഞാൻ ചൂതുകളിയിൽ മിടുക്കനാണ് എന്ന് എന്നെ അവതരിപ്പിക്കാൻ പറഞ്ഞു. എന്നിട്ട് പല രീതിയിലും അദ്ദേഹത്തെയും അദ്ദേഹത്തിൻ്റെ മന്ത്രിമാരെ സന്തോഷിപ്പിക്കുന്ന രീതിയിൽ പല കാര്യങ്ങളും ഞാൻ ചെയ്യാം. എന്നിട്ട് ഉടനെ യുധിഷ്ഠിര മഹാരാജ് ചോദിച്ചു, വൃക്കോദര, അത് ഭീമസേനോട് പറഞ്ഞു, നീ എന്ത് പറഞ്ഞിട്ടായിരിക്കും വിരാട് രാജ്യത്തിൽ പ്രവേശിക്കുന്നത്? ഉടൻ തന്നെ ഭീമൻ, ഞാൻ നേരത്തെ ഇത് നിശ്ചയിച്ചു കഴിഞ്ഞു എന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു, ഞാൻ വല്ലഭൻ എന്ന പേരിൽ ഒരു പാചകം ചെയ്യുന്ന വ്യക്തിയായിട്ട് പോകുന്നുണ്ട്. എന്നിട്ട് ഞാൻ പറയും, ഇതിനു മുമ്പേ ഞാൻ യുധിഷ്ഠിരൻ്റെ രാജകീയ അടുക്കളയിലൊക്കെ
രാജാക്കന്മാർക്ക് ഭക്ഷണം പാചകം തയ്യാറാക്കിക്കൊണ്ടിരുന്ന വ്യക്തിയായിരുന്നു. അതുകൊണ്ട് രാജാവിന് വേണ്ടുന്ന എല്ലാ ഭക്ഷണങ്ങളും ഞാൻ തയ്യാറാക്കാം എന്ന് പറയുന്നു. അതുകൂടാതെ എൻ്റെ ശക്തി പ്രദർശിപ്പിക്കാൻ പിന്നെ പല രീതിയിലുള്ള മത്സരങ്ങളിലും, ഗുസ്തി മത്സരങ്ങളിലൊക്കെ, ദ്വന്ദ്വയുദ്ധങ്ങളിലൊക്കെ ഞാൻ പങ്കെടുക്കുമെന്ന് പറഞ്ഞു. ഞാൻ ആനകളെയായിട്ട് യുദ്ധം ചെയ്യും, കാളകളുമായിട്ടൊക്കെ. എന്നിട്ട് വിരാട് രാജ്യത്തിലെ വലിയ വലിയ മല്ലന്മാരെയൊക്കെ ഞാൻ മലർത്തി അടിക്കും, അവരെ വധിക്കാതെ. അതുകൊണ്ട് രാജാവ് ഒട്ടും ഭയപ്പെടേണ്ട എന്ന് യുധിഷ്ഠിരനോട് പറയുകയാണ്. ഇത് കേട്ടിട്ട് യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, വളരെ നല്ല കാര്യം തന്നെ. എന്നിട്ട് അർജുനോട് ചോദിച്ചു, ധനഞ്ജയ, നീ എന്തായിരിക്കും ചെയ്യുന്നത്? നീ ഏത് തരത്തിലുള്ള, നീ സ്വർഗലോകം വരെ പോയ വ്യക്തിയാണ്, ഒരുപാട് ദിവ്യാസ്ത്രങ്ങളുള്ള വ്യക്തിയാണ്, സാക്ഷാൽ മഹാദേവനെ പോലും സന്തോഷിച്ച വ്യക്തിയാണ്. അതുകൊണ്ട് പ്രത്യേകിച്ച് നീ സാക്ഷാൽ ഭഗവാന്റെ കൂട്ടുകാരനാണ്, ആത്മസുഹൃത്താണ്. അതുകൊണ്ട് നീ എന്തായാലും ഒരു സേവകനായിട്ട് നിൽക്കുന്നത് ശരിയല്ല എന്ന് യുധിഷ്ഠിര മഹാരാജ് അർജുനോട് പറയുകയാണ്. അർജുൻ ഉടൻ തന്നെ ഉർവശി ദേവിയുടെ ശാപത്തെക്കുറിച്ച് ഓർത്തു. എന്നിട്ട് അതിനെ തുടർന്ന്, അതായത് അപ്സരസായിട്ടുള്ള ഉർവശിയുടെ ശാപത്തിനെ കുറിച്ച്, എന്നിട്ട് അതിനെ തുടർന്ന് സാക്ഷാൽ ദേവേന്ദ്രൻ പറഞ്ഞ നിർദ്ദേശങ്ങളെക്കുറിച്ചും പറഞ്ഞു. ഇതെല്ലാം ആലോചിച്ചിട്ട് അർജുൻ പറഞ്ഞു, ഞാനൊരു നപുംസകമാകുന്നു. എന്നിട്ട് എൻ്റെ കൈകളിൽ അസ്ത്രങ്ങൾ അയച്ചതിൻ്റെ അടയാളങ്ങളുണ്ട്. അതായത് നമ്മൾ അസ്ത്രം അയക്കുന്ന സമയത്ത് കയ്യിൽ ഇങ്ങനെ പാട് വന്നിട്ടാണ് അസ്ത്രം പോകുന്നത്, കൈ ഇങ്ങനെ മുറിയും അസ്ത്രം അയക്കുന്ന സമയത്ത്. അതുകൊണ്ട് എൻ്റെ കൈകളിൽ അസ്ത്രം അയച്ചതിൻ്റെ അടയാളത്തെ മറയ്ക്കാൻ വേണ്ടി ഞാൻ ധാരാളം വളകൾ ഇങ്ങനെ കയ്യിലിടുന്നു. എന്നിട്ട് മുടിയൊക്കെ ചീകി ബൃഹന്നലയായിട്ട് ഞാൻ പോകുമെന്ന് പറഞ്ഞു. എന്നിട്ട് ഞാൻ കൊട്ടാരത്തുള്ള സ്ത്രീകളെ നൃത്തവും പാട്ടും സംഗീതമൊക്കെ പഠിപ്പിക്കാമെന്ന് പറഞ്ഞു. സാക്ഷാൽ ഗന്ധർവന്മാർ തന്നെ എനിക്കിത് എൻ്റെ അറിവ് പറഞ്ഞു നൽകിയിട്ടുണ്ടെന്ന് പറഞ്ഞു. അന്നേരം അന്തപുരിയിൽ തന്നെ താമസിച്ചുകൊണ്ട് ഒരു സ്ത്രീയായിട്ട് ഞാൻ അവിടെ രാജാവിനെയും അവിടെയുള്ള സ്ത്രീകളെയൊക്കെ സന്തോഷിപ്പിക്കാമെന്ന്, പല പല കഥകളൊക്കെ പറഞ്ഞു കൊടുക്കാമെന്ന്. ഇനി എൻ്റെ പൂർവ്വകാലത്തെക്കുറിച്ച് ചോദിക്കുകയാണെങ്കിൽ ഞാൻ പറയും, ഞാൻ യുധിഷ്ഠിരൻ്റെ കൊട്ടാരത്തിൽ ഒരു ദാസിയായിരുന്നു എന്ന് പറയുന്നു. അങ്ങനെ 1 വർഷം ഞാൻ എന്നെ ഒളിപ്പിച്ചു വയ്ക്കാമെന്ന് പറഞ്ഞു. ഇത് കേട്ടിട്ട് യുധിഷ്ഠിരന് വലിയ അത്ഭുതമായി. നീ ഒരു നപുംസക ആവുമോ എന്ന് പറഞ്ഞ് യുധിഷ്ഠിരൻ ഇപ്പോഴും വിശ്വസിക്കാൻ കഴിയുന്നില്ല. എന്നിട്ട് നകുലനോട് ചോദിച്ചു, വിരാട് രാജ്യത്തിൽ നകുല, നീ എന്ത് ചെയ്യാൻ പോവുകയാണ്? അന്നേരം നകുലൻ പറഞ്ഞു, വിരാട് രാജ്യത്തിൽ ഞാൻ ഗ്രന്ഥികൻ എന്ന് പറയുന്ന ഒരു സേവകനാവും, കുതിരകളെ നോക്കുന്ന ആളായിട്ട് ഞാൻ അവിടെ നിന്നോളാം. കുതിരകളെ നോക്കുന്ന കാര്യത്തിൽ എനിക്ക് നല്ല നൈപുണ്യമുണ്ട്, അത് ഞാൻ ചെയ്യാൻ ഒരുപാട് ഇഷ്ടപ്പെടുന്ന കാര്യമാണ്. അവർ പറഞ്ഞു, അങ്ങ് എനിക്ക് എത്രത്തോളം പ്രിയങ്കരനാണോ അതേപോലെയാണ് കുതിരകളും എനിക്ക് പ്രിയങ്കരെന്ന് നകുലൻ പറയുകയാണ്. എന്നിട്ട് ഞാൻ അവിടെ എന്നെക്കുറിച്ച് പറയുന്നത്, ഞാൻ യുധിഷ്ഠിരൻ്റെ കുതിരകളെ നോക്കുന്ന ആളായിരുന്നു. അവസാനം യുധിഷ്ഠിര മഹാരാജ് സഹദേവനോട് ചോദിച്ചു, ഏറ്റവും ഇളയ പാണ്ഡവൻ പറഞ്ഞു, ഞാൻ ഗ്വാലനാകും, എനിക്ക് അത് വലിയ ഇഷ്ടമാണ്. പശുക്കളെ അടക്കാനും മെരുക്കിയെടുക്കാനും പാല് കറക്കാനും അവർക്ക് തീറ്റ കൊടുക്കാനും ഒക്കെ എനിക്ക് എല്ലാം അറിയാം. എനിക്ക് എല്ലാ തരത്തിലുള്ള പശുക്കളുടെ അതിൻ്റെ ഇനത്തെക്കുറിച്ചും അറിയാം, കാളകളുടെ ഇനത്തെക്കുറിച്ചും ഒക്കെ അറിയാം. അതുകൊണ്ട് തന്ത്രിപാലൻ എന്ന പേരിൽ, നകുലിൻ്റെ പേര് ഗ്രന്ഥികൻ അല്ലേ, എന്നിട്ട് സഹദേവൻ പശുക്കളെ നോക്കുകയാണ്, തന്ത്രിപാലൻ എന്ന പേരിൽ പശുക്കളെ നോക്കുന്ന ആളായിട്ട് ഞാൻ അവിടെ നിൽക്കുന്നു. എന്നിട്ട് ഞാൻ പറയും,
ഞാൻ യുധിഷ്ഠിരൻ്റെ സേവകനായിരുന്നു എന്നും പറയുന്നു. ഉടൻ തന്നെ യുധിഷ്ഠിരൻ ദ്രൗപദി ദേവിയെ നോക്കി. എന്നിട്ട് യുധിഷ്ഠിരൻ പറഞ്ഞു, നമ്മുടെ പ്രിയപ്പെട്ട പത്നി ഇതായിരിക്കുന്നു. നമ്മുടെ ജീവനെക്കാട്ടി ഏറ്റവും പ്രിയപ്പെട്ടതാണ് ദ്രൗപദി. നമ്മുടെ അമ്മയെ ബഹുമാനിക്കുന്ന പോലെ തന്നെ ദ്രൗപദി ബഹുമാനിക്കേണ്ടതാണ്. നമ്മുടെ ജ്യേഷ്ഠത്തെ പോലെ നമ്മൾ ദ്രൗപദി ബഹുമാനിക്കേണ്ടതാണ്. എന്നിട്ട് ഈ ദ്രൗപദി വിരാട് രാജ്യത്തിൽ എന്ത് ചെയ്യുന്നതായിരിക്കും? ഒരിക്കലും ഒരു ദാസിയായിട്ട് ദ്രൗപദി ഇതുവരെ ഒന്നും ചെയ്തിട്ടില്ല. ജന്മനാൽ തന്നെ എല്ലാവിധ സമ്പദ് സമൃദ്ധിയോടുകൂടിയാണ് ജീവിച്ചിരുന്നത്. ഇത് കേട്ടിട്ട് ദ്രൗപദി ദേവി പറഞ്ഞു, സൈരന്ധ്രി എന്ന് പറയുന്ന ഒരു വിഭാഗത്തിലുള്ള തോഴിമാരുണ്ട്. അവർ എപ്പോഴും മഹാറാണിമാരെ സേവിക്കുന്നവരാണ്. ഹരേ കൃഷ്ണ. അന്നേരം ഞാൻ ഇതിനു മുമ്പേ ദ്രൗപദിയുടെ ദാസിയായിരുന്നു എന്ന പേരിൽ ഞാൻ കൊട്ടാരത്തിലെത്താൻ പറഞ്ഞു. എന്നിട്ട് ഞാൻ സുദേഷ്ണ, അതായത് വിരാട് രാജ്യത്തിലെ രാജാവിൻ്റെ ഭാര്യയുടെ ദാസിയായിട്ട് നിൽക്കാമെന്ന് പറഞ്ഞു. ഞാൻ അവരുടെ മുടി ചീകി കൊടുക്കാനും പല ആഭരണങ്ങൾ കൊണ്ട് അലങ്കരിപ്പിച്ചും അവരെ സന്തോഷിപ്പിക്കുന്നു. അതിനെക്കുറിച്ച് വിഷമിക്കുന്നു. ഇത് കേട്ടിട്ട് യുധിഷ്ഠിരന് വലിയ വിഷമമായി. യുധിഷ്ഠിരന് മനസ്സിലായി ദ്രൗപദി ദേവി പാണ്ഡവർക്ക് വേണ്ടി ഏത് ത്യാഗവും ചെയ്യാൻ തയ്യാറാണ്. അന്നേരം യുധിഷ്ഠിരൻ ഇങ്ങനെ ചിന്തിക്കുകയായിരുന്നു, ദ്രൗപദി ഇത്രയും സദ്ഗുണ സമ്പന്നയാണ്, ഇത്രയും ഉയർന്ന ഗുണങ്ങളുള്ള ഒരു വ്യക്തിത്വമാണ്. അന്നേരം ഇത്രയും അത്രത്തോളം ഉയരമില്ലാത്ത, ഉയരം എന്ന് പറഞ്ഞാൽ ജാതിയുടെ അടിസ്ഥാനത്തിലല്ല, ദ്രൗപദി ദേവിയുടെ ഗുണങ്ങൾ, മഹിമ, അതൊക്കെ എത്രയും ഉയർന്നതാണ്. അന്നേരം തന്നെക്കാട്ടി താഴ്ന്ന ഒരു വ്യക്തിയുടെ സേവകരായിട്ട് നിൽക്കുക എന്ന് പറഞ്ഞാൽ അത് ദ്രൗപദി ദേവിക്ക് വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമായിരിക്കും. അതുകൂടാതെ ദ്രൗപദി ഇത്രയും സുന്ദരിയാണ്. ഒരു ദാസിയായിട്ടിരിക്കുമ്പോൾ ഒരുപാട് ദുഷ്ടന്മാരുടെ കണ്ണുകൾ ദ്രൗപദിയുടെ മേൽ പതിക്കും. അത് യുധിഷ്ഠിരൻ പറഞ്ഞു, നീ നിന്നെ ശ്രദ്ധിക്കണം. നിൻ്റെ പ്രവൃത്തിയൊക്കെ ഒരിക്കലും മറ്റുള്ളവരുടെ ശ്രദ്ധ നിൻ്റെ മേൽ പതിക്കാത്ത രീതിയിലായിരിക്കണം എന്ന് പറഞ്ഞു. അങ്ങനെ അജ്ഞാതവാസം എങ്ങനെ തീർക്കണമെന്ന് പല രീതിയിലും ഇവരെല്ലാവരും ചർച്ച ചെയ്യുകയാണ്. അതുകൊണ്ട് തന്നെ സ്വന്തം സുഹൃത്തുക്കളോടോ സേവകരോട് പോലും അവരെവിടെയാണ് താമസിക്കുന്നതെന്ന് വിവരം പറഞ്ഞില്ല. ഇതെല്ലാം നിശ്ചയിച്ചതിന് ശേഷം എവിടെ പോകണമെന്നൊക്കെ, അജ്ഞാതവാസത്തിൽ എവിടെയാണ് പോകേണ്ടതെന്നതൊക്കെ നിശ്ചയിച്ചതിന് ശേഷം അവരവരുടെ ശിബിരത്തിലേക്ക് പോയി. എന്നിട്ട് ധൗമ്യ ഋഷിയെടുത്ത് പറഞ്ഞു, അങ്ങേക്ക് അനുയോജ്യമായിട്ട് തോന്നുമെങ്കിൽ അങ്ങ് നേരെ ദ്രുപദ രാജ്യത്തിലേക്ക് പോകും. അവിടെ നമുക്ക് വേണ്ടി യജ്ഞങ്ങളും ഒക്കെ ചെയ്യൂ. എന്നിട്ട് യുധിഷ്ഠിരൻ്റെ സേവകരോട് പറഞ്ഞു, ഇന്ദ്രസേനൻ ആണ് യുധിഷ്ഠിരൻ്റെ സാരഥി. അങ്ങ് ദ്വാരകയിൽ പോയി യാദവരുമായിട്ട് കൂട്ടത്തിൽ താമസിക്കുമെന്ന് പറയും. ദ്വാരകയിൽ എത്തിക്കഴിഞ്ഞാൽ ഉടനെ അവരോടെല്ലാം പറയുക, ദ്വൈതവനത്തിൽ വെച്ച് നിങ്ങൾ പാണ്ഡവരെ കണ്ട് പിരിഞ്ഞതാണെന്ന് പറയുന്നു. എന്നിട്ട് നിങ്ങൾ എവിടെയാണ് എന്നതിനെക്കുറിച്ച് നിങ്ങൾക്ക് അറിഞ്ഞുകൂടാ എന്ന് തന്നെ പറയുന്നുണ്ട്. ധൗമ്യ ഋഷി പാണ്ഡവരുടെ യാത്രയ്ക്ക് വേണ്ടിയുള്ള എല്ലാ തയ്യാറെടുപ്പുകളും എടുത്തു. യജ്ഞത്തിന് ആഹുതി കൊടുത്തു. എന്നിട്ട് അവർക്ക് വേണ്ടി പ്രാർത്ഥിച്ച അനുഗ്രഹങ്ങളൊക്കെ നൽകി. എന്നിട്ട് പാണ്ഡവരും ദ്രൗപദി ദേവി യജ്ഞത്തിന് പ്രദക്ഷിണം ചെയ്തു. എന്നിട്ട് ബ്രാഹ്മണരുടെ മുമ്പിലും നമസ്കരിച്ചു. എന്നിട്ട് അവർ അവരുടെ പർണശാല വിടുകയാണ്. ഒരു മിനിറ്റ്. രാവിലെ മുതൽ യാത്രയായിരുന്നു, ഇപ്പോൾ അങ്ങോട്ട് എത്തിയതേ ഉള്ളൂ. അതാണ് ഒരു ചെറുതായിട്ടൊരു ടയർഡ്നെസ് ഉണ്ട് കേട്ടോ. അതാണ് ഈ ചെക്കപ്പിന് പോയതാണ്.
രാവിലെ 6 മണിക്ക് പോയതാണ്, ഇപ്പോഴാണ് എത്തിയത്. പക്ഷെ ഞാൻ വിചാരിച്ചു രാവിലെ സത്സംഗം എടുക്കാൻ പറ്റിയില്ല, വൈകിട്ടും മുടങ്ങണ്ടെന്ന് വിചാരിച്ചു. അതാണ്. തുടരാം നമുക്ക്. ഇത്രയും കാലമായിട്ട് ഏകദേശം 12 വർഷമായിട്ട് വനത്തിലായതുകൊണ്ട് അവരുടെ ദേഹമെല്ലാം ആകെ ശോഷിച്ചിരിക്കുകയാണ്, വളരെ മെലിഞ്ഞിരിക്കുകയാണ് പാണ്ഡവരെല്ലാവരും. എന്നിട്ട് താടിയൊക്കെ വളർന്നിരിക്കുകയാണ്. മരവുരിയും മാൻതോലുമൊക്കെ ധരിച്ചിരിക്കുകയാണ്. അവരുടേതായിട്ടുള്ള ആയുധങ്ങളൊക്കെ അവർ കയ്യിൽ പിടിച്ചുകൊണ്ടിരിക്കുന്നു. അവരെ കണ്ടു കഴിഞ്ഞാൽ 5 മഹാഋഷികളെ പോലെയാണ് കാണപ്പെട്ടിരുന്നത്. അങ്ങനെ അവർ യമുനാ നദി തീരത്തേക്ക് എത്തി. പല പല രാജ്യങ്ങൾ അവർ മറികടന്നു. ചില സമയത്ത് അവർ ഉൾക്കാട്ടിൽ താമസിച്ചു, ചില സമയത്ത് വിജനമായിട്ടുള്ള സ്ഥലത്ത്. എല്ലാവരുടെ മുമ്പിൽ അവർ വേടന്മാരെ പോലെ അഭിനയിച്ചു. ഭീമസേനൻ ദ്രൗപദി ദേവിയെ തോളിൽ ചുമന്നുകൊണ്ട് പോവുകയായിരുന്നു പല പല സ്ഥലങ്ങളിലായിട്ട്. അങ്ങനെ എത്രയോ ദിവസങ്ങൾ അവർ യാത്ര ചെയ്ത് അവസാനം മത്സ്യരാജ്യത്തിലേക്ക് എത്തിക്കുകയാണ്. അവിടെ അതിമനോഹരമായിട്ടുള്ള പാതകളെല്ലാം അവർ കണ്ടു. അങ്ങനെ മത്സ്യരാജ്യത്തിൻ്റെ അടുത്തെത്തിയപ്പോൾ യുധിഷ്ഠിര മഹാരാജ് എല്ലാവരും ഇരുന്നിട്ട് തമ്മിൽ ചർച്ച ചെയ്യാണ്. നിങ്ങളെല്ലാവരും വളരെ ബുദ്ധിമാന്മാരാണ്, എല്ലാ തരത്തിലുള്ള തന്ത്രങ്ങൾ നിങ്ങൾക്ക് എല്ലാവർക്കും അറിയാം. എന്നാലും ഞാൻ കുറച്ച് ഉപദേശങ്ങൾ നിങ്ങൾക്ക് നൽകാൻ ആഗ്രഹിക്കുന്നു എന്ന് യുധിഷ്ഠിരൻ പറയാം. വിരാട് രാജാവിൻ്റെ മുമ്പിൽ നിങ്ങൾ വളരെ ശ്രദ്ധിച്ചു വേണം ഓരോ കാര്യങ്ങൾ സംസാരിക്കാൻ. രാജാക്കന്മാരെ നമ്മളൊരു സർപ്പത്തെ ഭയപ്പെടുന്ന പോലെ ഭയപ്പെടണം. നല്ല വിഷമുള്ള സർപ്പത്തെ ഭയപ്പെടുന്ന പോലെ ഭയപ്പെടണം. അന്നേരം പൊതുവെ അവർ എല്ലാവരുടെയും സംരക്ഷകരാണ്. മനുഷ്യരുടെ ഇടയിൽ ദൈവത്തെ പോലെയാണ് രാജാക്കന്മാരെന്ന് പറഞ്ഞത്, ഒരു ഭരണാധികാരി എന്ന് പറഞ്ഞാൽ. അവരെന്ന് പറഞ്ഞാൽ അഗ്നിയെ പോലെയാണ്. അവർക്ക് എല്ലാവിധ ആയുധങ്ങളും കാണും. അതുകൊണ്ട് തന്നെ ഒരു രാജാവിൻ്റെ മുമ്പിൽ വളരെ ശ്രദ്ധിച്ച് വേണം നമ്മൾ സംസാരിക്കാൻ. അതുകൊണ്ട് ഒരു രാജാവിൻ്റെ മുമ്പിൽ നമ്മൾ ശ്രദ്ധയില്ലാതെ തോന്നുന്ന രീതിയിൽ പെരുമാറിക്കഴിഞ്ഞാൽ അത് നമ്മുടെ ജീവന് തന്നെ വലിയ ആപത്തായിരിക്കും. അങ്ങനെ യുധിഷ്ഠിര മഹാരാജ് കുറച്ചു നേരം വളരെ വിശദീകരിച്ച് ധർമ്മങ്ങളെക്കുറിച്ചൊക്കെ ഉപദേശിച്ചു. മനുഷ്യരുടെ പെരുമാറ്റത്തെക്കുറിച്ചും രാജാക്കന്മാരുടെ ധർമ്മത്തെക്കുറിച്ചും. കാരണം യുധിഷ്ഠിരൻ ആഗ്രഹിച്ചു എൻ്റെ സഹോദരന്മാരുടെ ഭാഗത്തുനിന്ന് ഒരു തെറ്റുപോലും സംഭവിക്കരുത് എന്ന്. കാരണം ഇനി വളരെ അടുത്തെത്തിയിരിക്കും, 12 വർഷം കഴിഞ്ഞ് ഇനി ഈ ഒരു വർഷം കൂടെ കഴിഞ്ഞു കഴിഞ്ഞാൽ അവരുടെ കാലാവധി തീർന്നു. അതുകൊണ്ട് ഒരു വർഷം കൂടെ കഴിഞ്ഞ് അവർക്ക് അവരുടെ രാജ്യം തിരിച്ചു കിട്ടും. ഇതായിരുന്നു യുധിഷ്ഠിരൻ്റെ ചിന്ത. അതുകൊണ്ട് നിർദ്ദേശങ്ങളെല്ലാം കഴിഞ്ഞതിന് ശേഷം യുധിഷ്ഠിര മഹാരാജ് അവരെ എല്ലാവരെയും നഗരത്തിലേക്ക് കൊണ്ടുപോവുകയാണ്. അങ്ങനെ പോകുന്നതിൻ്റെ ഇടയിൽ അർജുനോട് പറഞ്ഞു, നമ്മൾ വിരാട് രാജ്യത്തിൽ ആയുധങ്ങളുമായിട്ട് പോവുകയാണെങ്കിൽ പ്രജകളെല്ലാം ഭയപ്പെടും. അതുകൂടാതെ അവർ സംശയദൃഷ്ടിയോടുകൂടി നമ്മളെ നോക്കും. അതുകൂടാതെ അർജുന, നിന്റെ ഗാണ്ഡീവം വളരെയധികം പ്രസിദ്ധമാണ്. നമ്മൾ ആരെങ്കിലും തിരിച്ചറിയുകയാണെങ്കിൽ വീണ്ടും നമുക്ക് 13 വർഷം വനവാസമായിരിക്കും. പക്ഷേ യുധിഷ്ഠിരന് എന്തായാലും യമരാജൻ്റെ അനുഗ്രഹത്തിൽ കുറച്ച് വിശ്വാസമുണ്ട്. പക്ഷെ എന്നാലും വെറുതെ ഒരു പരീക്ഷണത്തിന് വേണ്ട എന്ന് യുധിഷ്ഠിരൻ ചിന്തിക്കുകയാണ്. അതുകൊണ്ട് പാണ്ഡവരെല്ലാവരും തീരുമാനിച്ചു അവരവരുടെ ആയുധങ്ങളെല്ലാം ഒളിപ്പിക്കാമെന്ന്. അങ്ങനെ ചുറ്റും നോക്കിയിട്ട് അവസാനം വലിയൊരു വൃക്ഷത്തെ കണ്ടു. ഒരു ശ്മശാനത്തിൻ്റെ അടുത്തായിട്ട് ഒരു വലിയൊരു വൃക്ഷം കണ്ടു. അത് പൊതുവെ വിജനമായിട്ടുള്ള സ്ഥലമായിരുന്നു. പിന്നെ നല്ല പാതയിൽ നിന്നൊക്കെ ജനങ്ങൾ സഞ്ചരിക്കുന്ന പാതയിൽ നിന്ന് ഒരുപാട് ദൂരെയായിരുന്നു. വനത്തിൻ്റെ വളരെ അടുത്തുമായിരുന്നു. അതുകൊണ്ട് അർജുനൻ പറഞ്ഞു, നമ്മുടെ ആയുധങ്ങളെല്ലാം ഒരു വലിയൊരു തുണിയിൽ കെട്ടി ഈ മരത്തിൻ്റെ മുകളിൽ വെക്കാമെന്ന് പറഞ്ഞു.
എന്നിട്ട് ഈ കെട്ട് കണ്ടിട്ട് ആരെങ്കിലും ഈ കെട്ട് കാണുകയാണെങ്കിൽ അത് ശവമാണെന്ന് കരുതി എല്ലാവരും ഇവിടുന്ന് ഓടിക്കോളും എന്ന് പറഞ്ഞു. അങ്ങനെ എല്ലാവരും എന്ത് ചെയ്തു? അവരുടെ അമ്പും വില്ലും ഭീമൻ്റെ മാൻതോലിൽ, ഭീമൻ്റെ വലിയ മാൻതോലിൽ, ഭീമൻ ധരിച്ചിരുന്ന ആ മാൻതോലിൽ എല്ലാ ആയുധങ്ങളും അതിൽ കെട്ടിവെക്കുകയാണ്. അവരുടെ വില്ലുകൾ, വാളുകൾ, അവനാഴികൾ, അസ്ത്രങ്ങളെല്ലാം. എന്നിട്ട് നകുലൻ മരത്തിൻ്റെ മുകളിൽ കയറി, എന്നിട്ട് ഏറ്റവും ഉയർന്ന കൊമ്പിൽ അത് തൂക്കിയിടുകയാണ്. അവിടെ മഴയിൽ നിന്ന് നനയാതെ സുരക്ഷിതമായിട്ടിരിക്കൂ എന്ന് നകുലിന് ഉറപ്പുണ്ടായിരുന്നു. അങ്ങനെ പാണ്ഡവർ നഗരത്തിലേക്ക് പ്രവേശിക്കുകയാണ്. അങ്ങനെ അവർ നഗരത്തിലേക്ക് പോകുന്ന ആ സമയത്ത് പല ആൾക്കാരെയും കണ്ടു. എന്നിട്ട് പാണ്ഡവർ വിചാരിച്ചു ഒരു പക്ഷേ നമ്മൾ അവിടെ കയറുന്നതായിട്ടൊക്കെ അവർ കണ്ടു കാണും. അതുകൊണ്ട് അവരോട് പറഞ്ഞു, ഇത് നമ്മുടെ അമ്മയുടെ ശവമാണ് ഈ മരത്തിൻ്റെ മുകളിൽ തൂക്കിയിട്ടിരിക്കുന്നത്, പൊതുവെ നമ്മുടെ ഒരു ആചാരമാണ്. അന്നേരം യുധിഷ്ഠിരൻ പറഞ്ഞു, നമ്മുടെ നമ്മുടെ വൃദ്ധയായിട്ടുള്ള അമ്മയുടെ ശരീരമാണ് ഈ മരത്തിൻ്റെ മുകളിൽ നമ്മൾ തൂക്കിയിട്ടിരിക്കുന്നത്. അവർ സ്വർഗലോകത്ത് എത്തട്ടെ എന്നിട്ട് സ്വർഗലോകത്ത് എത്തട്ടെ എന്ന് യുധിഷ്ഠിരൻ പ്രാർത്ഥിക്കുക. അങ്ങനെ അവർ നഗരത്തിൻ്റെ അടുത്ത് എത്തിയപ്പോൾ യുധിഷ്ഠിരൻ ദുർഗാദേവിയെടുത്ത് പ്രാർത്ഥിക്കുകയാണ്. കാരണം മായാശക്തിയാണല്ലോ ദുർഗാദേവി. അതുകൊണ്ട് പാണ്ഡവരാരാണെന്ന് ആരും തിരിച്ചറിയാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിക്കുകയാണ്. ദുർഗാദേവിയുടെ സംരക്ഷണം ലഭിക്കട്ടെ എന്ന് യുധിഷ്ഠിരൻ പറയുകയാണ്. അങ്ങനെ ആ പ്രാർത്ഥന, പാണ്ഡവരുടെ പ്രാർത്ഥന കേട്ടിട്ട് സാക്ഷാൽ ദുർഗാദേവി പാണ്ഡവരുടെ മുമ്പിൽ പ്രത്യക്ഷപ്പെടുകയാണ്. ഉടൻ തന്നെ ദുർഗാദേവി പ്രത്യക്ഷപ്പെട്ടിട്ട് പറഞ്ഞു, പാണ്ഡവരെ, ദ്രൗപദി, നിങ്ങളാരും വിഷമിക്കണ്ട. അധികം താമസിക്കാതെ തന്നെ നിങ്ങൾ യുദ്ധത്തിൽ ജയിക്കുന്നതായിരിക്കും. എന്നിട്ട് ശത്രുക്കളെല്ലാം വധിച്ചതിന് ശേഷം നിങ്ങൾ ഈ രാജ്യം ഈ ഭൂമി ഭരിക്കുന്നതായിരിക്കും എന്ന് പറഞ്ഞു. പിന്നെ ഞാൻ അനുഗ്രഹിക്കുന്നു, എൻ്റെ അനുഗ്രഹത്താൽ കൗരവർക്കോ വിരാട് രാജ്യത്തിലുള്ള ആർക്കോ നിങ്ങളെ ആരെയും തിരിച്ചറിയാൻ കഴിയില്ല ഈ 1 വർഷം കഴിയുന്നത് വരെ. എന്നിട്ട് ദുർഗാമയ്യ കീ ജയ്. എന്നിട്ട് ദുർഗാദേവി അപ്രത്യക്ഷയാവുകയാണ്. അവസാനം പാണ്ഡവർ വിരാട് രാജ്യത്തിലേക്ക് പ്രവേശിക്കുകയാണ്. ആദ്യം യുധിഷ്ഠിരനാണ് കയറിയത്. എന്നിട്ട് യുധിഷ്ഠിരനാണ് ആദ്യം പോയത്. എന്നിട്ട് അവർ തമ്മിൽ പിരിയുന്നതിന് മുമ്പേ യുധിഷ്ഠിരൻ ഓരോ വ്യക്തികൾക്കും ഒരു രഹസ്യ പേര് നൽകി. എന്തെങ്കിലും ഒരു ആപത്ത് വരുമ്പോൾ അവർ തമ്മിൽ ആ രഹസ്യ പേരിലായിരിക്കും തമ്മിൽ സംബോധന ചെയ്യുന്നത്. അന്നേരം യുധിഷ്ഠിരൻ്റെ രഹസ്യ പേര് ജയ. എന്നിട്ട് ബാക്കിയുള്ളവരുടെ പേര് ജയന്തൻ, വിജയൻ, ജയത്സേനൻ, ജയത്ബാല. എന്നിട്ട് ഈ 5 ഇങ്ങനെ ഓരോവരും തമ്മിൽ പേരുകൾ കൊടുത്തു. അതായത് യുധിഷ്ഠിരൻ്റെ പേര് ജയൻ, ഭീമൻ്റെ പേര് ജയന്തൻ, അർജുൻ്റെ പേര് വിജയൻ, നകുലൻ്റെ പേര് ജയത്സേനൻ, സഹദേവൻ്റെ പേര് ജയത്ബാലൻ. ഇങ്ങനെ 5 പേരിൽ ഇവർ തമ്മിൽ വിളിക്കുമെന്ന് പറഞ്ഞു. എന്നിട്ട് യുധിഷ്ഠിരൻ ഒരു സിംഹം നടക്കുന്നത് പോലെ ഉള്ളിലേക്ക് നടക്കുകയാണ് ആ വിരാട് രാജ്യത്തിലേക്ക്. രാജാവ് യുധിഷ്ഠിരനെ കണ്ടു. അതീവ തേജസ്വിയായിട്ടുള്ള ഒരു വ്യക്തിയെ കണ്ട ഉടൻ തന്നെ രാജാവ് ചുറ്റുമുള്ള മന്ത്രിമാരോട് ചോദിച്ചു, ആരാണ് ഈ വ്യക്തി? കണ്ടു കഴിഞ്ഞാൽ ഒരു രാജാവിൻ്റെ പ്രൗഢി ഉണ്ടല്ലോ. ഇദ്ദേഹം എന്തായാലും ഒരു ബ്രാഹ്മണനല്ല. എനിക്ക് തോന്നുന്നു ഇദ്ദേഹത്തെ കണ്ടു കഴിഞ്ഞാൽ ഇദ്ദേഹം ഭൂമിയിലെ മുഴുവൻ ആധിപത്യം ഉള്ളവനാണെന്ന് തോന്നുന്നു. കണ്ടിട്ടൊരു ഒരു സേവകനാണെന്ന് തോന്നില്ല. പക്ഷെ കൂട്ടത്തിൽ അനുയായികൾ ആരുമില്ല. പക്ഷെ എന്നിട്ടും കാണാൻ ദേവേന്ദ്രനെ പോലെ തേജസ്വിയാണ്. എന്നിട്ട് ഒരു ആന എങ്ങനെയാണോ ഭയമില്ലാതെ
താമരക്കുളത്തിൽ ഇറങ്ങുന്ന അതേപോലെയാണ് എൻ്റെ മുമ്പിൽ ഒരു ഭയം ഇല്ലാതെ വന്നിരിക്കുന്നത്. എന്നിട്ട് യുധിഷ്ഠിരൻ നേരെ വിരാട് രാജാവിൻ്റെ മുമ്പിൽ വന്നിട്ട് പറഞ്ഞു, ഞാൻ ഒരു ബ്രാഹ്മണനാണ്, ഞാൻ എല്ലാം നഷ്ടപ്പെട്ടിരിക്കുകയാണ്, ഞാൻ അങ്ങയുടെ സേവനത്തിന് വേണ്ടി ഒരു അവസരം കാംക്ഷിച്ച് വന്നിരിക്കുകയാണ്, ഞാൻ അങ്ങയുടെ കൂട്ടത്തിൽ താമസിക്കാൻ ആഗ്രഹിക്കുന്നു, ഞാൻ അങ്ങേ എൻ്റെ സ്വാമിയായിട്ട് അംഗീകരിക്കുകയാണെന്ന് പറഞ്ഞു. അന്നേരം വിരാട് രാജൻ ഒരുപാട് സന്തോഷിച്ചു. കാരണം ഇത്രയും യോഗ്യനായിട്ടുള്ളൊരു വ്യക്തിയാണല്ലോ എനിക്ക് കിട്ടുന്നതെന്ന്. എന്നിട്ട് വിരാട് രാജാവ് പറഞ്ഞു, ഞാൻ അങ്ങയെ നമസ്കരിക്കുന്നു, അങ്ങേക്ക് സ്വാഗതം, അങ്ങ് ആഗ്രഹിക്കുന്ന ഏത് സ്ഥാനവും ഞാൻ നൽകാൻ തയ്യാറാണ്. അങ്ങ് ഏത് രാജ്യത്തിൽ നിന്നാണ് വരുന്നത്? അങ്ങയുടെ പേരെന്താണ്? അങ്ങേക്ക് ഏത് തരത്തിലുള്ള കഴിവുകളാണുള്ളതെന്ന്. ഉടൻ തന്നെ യുധിഷ്ഠിര മഹാരാജ് പറഞ്ഞു, ഞാൻ യുധിഷ്ഠിരൻ്റെ ഒരു സുഹൃത്തായിരുന്നു, എൻ്റെ പേര് കങ്കൻ എന്നാണ്, ഞാൻ ചൂതുകളിയിൽ മിടുക്കനാണ്, എനിക്ക് എല്ലാവരെയും ആസ്വദിപ്പിക്കാനും സന്തോഷിപ്പിക്കാനും കഴിയുന്നു. ഇത് കേട്ടിട്ട് രാജാവിന് വലിയ സന്തോഷമായി. ഒരു നിമിഷം പോലും ആലോചിക്കാതെ ഇത് മുന്നിൽ നിൽക്കുന്ന യുധിഷ്ഠിരനാണോ എന്ന് പോലും ചിന്തിക്കാതെ വിരാട് രാജൻ ചിന്തിച്ചു, ഈ എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി തീർച്ചയായിട്ടും അസാധാരണ വ്യക്തിയാണ് തോന്നപ്പെടുന്നുണ്ടെങ്കിലും ആ വ്യക്തി പറഞ്ഞതെല്ലാം വിരാട് രാജാവ് സ്വീകരിച്ചു. കാരണം എന്താ? ദുർഗാദേവിയുടെ അനുഗ്രഹം കിട്ടിയിട്ടുണ്ട്, ഇതിനു മുമ്പേ ധർമ്മരാജൻ്റെ അനുഗ്രഹമുണ്ട്. ആ നിമിഷം തന്നെ വിരാട് രാജാവിന് കങ്കനോടൊരു പ്രത്യേക അടുപ്പം തോന്നി. ആ കങ്കൻ്റെ ഓരോ ചലനങ്ങളും മുഖത്തെ ഭാവങ്ങളും വളരെയധികം ആകർഷകമായിരുന്നു. എന്നിട്ട് വിരാട് രാജൻ ചിന്തിച്ചു, എൻ്റെ മുമ്പിൽ നിൽക്കുന്ന വ്യക്തി യുധിഷ്ഠിരൻ്റെ സുഹൃത്താണെങ്കിൽ തീർച്ചയായിട്ടും ഒരുപാട് സദ്ഗുണങ്ങളുള്ള വ്യക്തി തന്നെയാണ് ഇദ്ദേഹം എന്ന് ആര് ചിന്തിക്കുന്നു? വിരാട് രാജാവ് ചിന്തിക്കുകയാണ്. എന്നിട്ട് വിരാട് രാജാവ് പറഞ്ഞു, നീ എൻ്റെ കൂട്ടത്തിൽ സമാധാനത്തോടു കൂടി നിനക്ക് കഴിയാമെന്ന് പറഞ്ഞു. ഇത് എത്രത്തോളം എൻ്റെ രാജ്യമായിട്ട് ഞാൻ ഇതിനെ ഭരിക്കുന്നു അതേപോലെ തന്നെ ഇത് നിൻ്റേതും കൂടെയാണ്. എനിക്ക് പൊതുവേ നന്നായി ചൂത് കളിക്കുന്ന ആൾക്കാരെ എനിക്ക് ഒരുപാട് ഇഷ്ടമാണ് എന്ന് രാജാവ് പറയുകയാണ്. യുധിഷ്ഠിരൻ പറഞ്ഞു, ഒരിക്കലും അതപ്പതിച്ച വ്യക്തികളുമായിട്ട്, അധമ ഗുണങ്ങളുള്ള വ്യക്തികളായിട്ട്, നരാധമന്മാരായിട്ടുള്ളവരോട് അല്ലെങ്കിൽ കളിയിൽ തർക്കിക്കുന്നവരായിട്ട് എന്നെ കളിക്കാൻ ഒരിക്കലും വിളിക്കരുത് എന്ന് രാജാവിനോട് പറയാം. ഉടൻ തന്നെ രാജാവ് പറഞ്ഞു, അങ്ങേക്കെതിരെ ആരെങ്കിലും എന്തെങ്കിലും ചെയ്യുകയാണെങ്കിൽ ഞാൻ അവനെ കൊന്നിരിക്കും. അവനൊരു ബ്രാഹ്മണനാണെങ്കിൽ അവനെ ഈ രാജ്യത്തിൽ നിന്ന് ഞാൻ പുറത്താക്കും. ഈ രാജ്യത്തിലുള്ള എല്ലാവരും ഞാൻ പറയുന്ന ഈ പ്രസ്താവന എല്ലാവരും കേൾക്കേണ്ടതാണ്. ഈ കങ്കൻ എത്രത്തോളം ഭഗവാൻ എനിക്ക് പ്രിയപ്പെട്ടവനാണോ അതേപോലെ ഈ കങ്കനും എനിക്ക് പ്രിയപ്പെട്ട. ആദ്യമായിട്ട് കാണുകയാണ്, നോക്കണേ. എന്നിട്ട് യുധിഷ്ഠിരൻ നോക്കിയിട്ട് രാജാവ് വീണ്ടും പറഞ്ഞു, അങ്ങ് എൻ്റെ സുഹൃത്തുമായിരിക്കും, അങ്ങ് എൻ്റെ രഥത്തിൽ തന്നെ യാത്ര ചെയ്യും, ഏറ്റവും ഉത്തമമായിട്ടുള്ള വസ്ത്രങ്ങൾ തന്നെ അങ്ങ് ധരിക്കും, ഏറ്റവും ഉത്തമമായിട്ടുള്ള ഭക്ഷണം തന്നെ അങ്ങ് കഴിക്കും, എൻ്റെ അന്തഃപുരിയിലേക്കുള്ള വാതിലുകൾ എപ്പോഴും അങ്ങേക്ക് വേണ്ടി തുറന്നു കിടക്കും, അങ്ങ് എൻ്റെ ഏറ്റവും അടുത്ത മന്ത്രിയായിരിക്കുന്നത്. എന്നിട്ട് യുധിഷ്ഠിരനെ രാജാവിൻ്റെ അന്തഃപുരി കാണിച്ചു കൊടുത്തു. എന്നിട്ട് യുധിഷ്ഠിര മഹാരാജ് അവിടെ സന്തോഷത്തോടെ ജീവിക്കാൻ തുടങ്ങി. അടുത്ത ദിവസം ഭീമസേനൻ കൊട്ടാരത്തിലേക്ക് കയറി. പ്രധാന വഴികളിലൂടെ അദ്ദേഹം നേരെ കൊട്ടാരത്തിലേക്ക് എത്തി. കണ്ടു കഴിഞ്ഞ ഒരു ആന നിൽക്കുന്ന പോലെയായിരുന്നു ഭീമൻ്റെ നിൽപ്പ്. കയ്യിലാണെങ്കിൽ പാചകത്തിൻ്റെ കുറച്ച് സാമഗ്രികളും ഉണ്ടായിരുന്നു.
അതിനോടൊപ്പം തന്നെ നല്ല തിളക്കമുള്ള വാളും ഉണ്ടായിരുന്നു. വേഷം കണ്ടു കഴിഞ്ഞാൽ പാചകക്കാരനെ പോലെയായിരുന്നു. എന്നിട്ട് ആ സഭയിലിരുന്ന എല്ലാവർക്കും ആ ഭീമൻ്റെ തേജസ് ആകർഷകമായിട്ട് തോന്നി. വിരാട് രാജ വളരെ അത്ഭുതത്തോടു കൂടി നോക്കിയിട്ട് മന്ത്രിമാരോട് പറഞ്ഞു, ആരാണ് ഇത്രയും സുന്ദരനായ ഈ ചെറുപ്പക്കാരൻ? അവൻ്റെ തോളുകൾ സിംഹത്തെ പോലെ ഇരിക്കുകയാണ്. ഇവൻ ആദ്യമായിട്ടാണ് ഞാൻ ഇയാളെ കാണുന്നുണ്ടെങ്കിലും ഈ വ്യക്തി എനിക്ക് നന്നായിട്ട് അറിയാമെന്ന് എനിക്ക് തോന്നുന്നു. ആരാണെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നില്ല. ഇത് സാക്ഷാൽ ദേവേന്ദ്രൻ തന്നെയാണോ, അതോ ഗന്ധർവന്മാരുടെ രാജാവാണോ? ഇത് ആരായാലും ശരി, ഇവ എന്താണോ ആഗ്രഹിക്കുന്നത് അത് ഉടൻ തന്നെ നിറവേറ്റേണ്ടതാണ് എന്ന് വിരാട് രാജാവ് പറയുകയാണ്. ഉടൻ തന്നെ വിരാട് രാജാവിൻ്റെ ഒരു മന്ത്രി ഭീമൻ്റെ അടുത്ത് എത്തി. എന്നിട്ട് എന്താണ് വേണ്ടതെന്ന് ചോദിക്കുകയാണ്. ഉടൻ തന്നെ പാണ്ഡവൻ ഭീമസേനൻ വിരാട് രാജാവിനെ നോക്കിയിട്ട് പറഞ്ഞു, രാജാവേ, ഞാനൊരു പാചകക്കാരനാണ്. എൻ്റെ പേര് വല്ലഭൻ. അതുകൊണ്ട് അങ്ങയുടെ അടുക്കളയിൽ, രാജകീയ ഭക്ഷണം തയ്യാറാക്കുന്ന ആ അടുക്കളയിൽ എനിക്കൊരു സ്ഥാനം നൽകണം. ഞാൻ വിദഗ്ധമായിട്ട് പലതരത്തിലുള്ള ഭക്ഷണവും തയ്യാറാക്കും. വിരാട് രാജാവ് ഭീമൻ്റെ ശക്തമായിട്ടുള്ള കൈകളും ശക്തമായിട്ടുള്ള നെഞ്ചും ഒക്കെ കണ്ടിട്ട് പറയുന്നു, എനിക്ക് തോന്നുന്നില്ല, എനിക്ക് വിശ്വാസം വരുന്നില്ല നീ ഒരു പാചകക്കാരനാണ്. നിന്നെ കണ്ടു കഴിഞ്ഞാൽ സാക്ഷാൽ ദേവേന്ദ്രനെ പോലെ ശക്തനായിട്ട് എനിക്ക് തോന്നുന്നു. നിന്റെ തേജസ്സും സൗന്ദര്യമൊക്കെ കണ്ടിട്ട് നീ മനുഷ്യരിൽ ഏറ്റവും പ്രഗത്ഭനാണെന്ന് എനിക്ക് തോന്നുന്നു. ഉടൻ തന്നെ ഭീമസേനൻ പറഞ്ഞു, ഞാൻ അവിടുത്തെ ദാസനാണ്. എന്നെ അവിടുത്തെ അടുക്കളയിൽ പാചകം ചെയ്യാൻ അനുവദിക്കണം. ഈ ശബ്ദം കേട്ടപ്പോൾ എന്തോ കൊട്ടാരത്തിൽ ഏതോ ശക്തമായിട്ട് ഒരു വാദ്യ ഉപകരണം വായിക്കുന്ന പോലെ എല്ലാവർക്കും കേൾക്കപ്പെട്ടു. എന്നിട്ട് പറയുന്നു, ഇതിനു മുമ്പേ ഞാൻ യുധിഷ്ഠിരൻ്റെ കൊട്ടാരത്തിൽ പാചകക്കാരനായിരുന്നു പറഞ്ഞു. പക്ഷെ ഇത് കൂടാതെ എനിക്ക് വേറെ പല കഴിവുകളുമുണ്ട്. ഞാൻ വളരെ ശക്തനായിട്ടുള്ള ഒരു യോദ്ധാവാണ്. ദ്വന്ദ്വയുദ്ധം എനിക്ക് നന്നായിട്ട് അറിഞ്ഞ ഒരു മല്ലനാണ്. പിന്നെ അങ്ങയെ രസിപ്പിക്കാനായിട്ട് സിംഹമായിട്ടും ആനകളുമായിട്ടൊക്കെ എനിക്ക് യുദ്ധം ചെയ്യാൻ പറ്റുന്നു. എങ്ങനെയാണോ കങ്കനോട് വിരാട് രാജാവിന് പ്രത്യേക അടുപ്പം തോന്നിയത്, അതേപോലെ തന്നെ ഭീമനോട് അതേ അടുപ്പം തോന്നി. എന്നിട്ട് പറഞ്ഞു, നീ എൻ്റെ പാചകശാലയിൽ അതിൻ്റെ നേതൃത്വം വഹിക്കും. പക്ഷേ അടുക്കള നിനക്ക് അനുയോജ്യമായിട്ടുള്ളൊരു സ്ഥലമായിട്ട് എനിക്ക് തോന്നുന്നില്ല. നീ ഭൂമി ഭരിക്കേണ്ട ആളാണെന്ന് പറഞ്ഞു. ഭീമൻ അധികം താമസിക്കാതെ അടുക്കളയിൽ പണി തുടങ്ങി. ഭീമൻ്റെ പാചകം വിരാട് രാജാവിന് വലിയ ഇഷ്ടമായി. എന്നിട്ട് ആരും തിരിച്ചറിയാതെ ഭീമൻ അവിടെ തുടരുകയാണ്. അടുത്തത് ദ്രൗപദി ദേവിയാണ് കൊട്ടാരത്തിലേക്ക് കയറുന്നത്. അതീവ സുന്ദരമായിട്ടുള്ള മുടി. എന്നിട്ട് മുടി അഴിച്ചിട്ടിരിക്കുകയാണല്ലോ, ഒരിക്കലും കെട്ടത്തില്ലെന്ന് പറഞ്ഞിരിക്കുകയാണ്. അതുകൊണ്ട് വലത് ഭാഗത്ത് ഫ്രണ്ടിൽ മുടി ഇങ്ങനെ വെച്ചിരിക്കുകയാണ്. എന്നിട്ട് വളരെയധികം ദുഃഖിതയായിട്ട് എല്ലാവർക്കും കാണപ്പെട്ടു. അതീവ സുന്ദരിയായ ഒരു ദുഃഖിതയായിട്ടുള്ള ഒരു പെൺകുട്ടിയായിട്ട് കാണപ്പെട്ടു. ഒരുപാട് ആൾക്കാർ ആ പെണ്ണിൻ്റെ ചുറ്റും ഒത്തുകൂടി. എന്നിട്ട് എല്ലാവരും ചോദിച്ചു, ആരാണ് നീ, എന്താണ് നിനക്ക് വേണ്ടത്? ഉടനെ ദ്രൗപദി പറഞ്ഞു, ഞാൻ സൈരന്ധ്രിയാണ്. എനിക്കൊരു ആശ്രയത്തിന് വേണ്ടി ഞാൻ ആരെങ്കിലും നോക്കുകയാണ്. എനിക്കൊരു ആശ്രയം വേണം. ആ സൈരന്ധ്രിയുടെ അതീവ മനോഹരമായിട്ടുള്ള ശബ്ദവും അസാമാന്യ സൗന്ദര്യം കണ്ടിട്ട് ആർക്കും വിശ്വസിക്കാൻ പറ്റുന്നില്ല ഇതൊരു ദാസിയാണെന്ന്. ഉടൻ തന്നെ അവരെല്ലാവരും പറഞ്ഞു, നീ നേരെ കൊട്ടാരത്തിലേക്ക് പോകും. അങ്ങനെ പോകുന്ന സമയത്ത് വിരാട് രാജാവിൻ്റെ ഭാര്യയായ സുദേഷിനെ കണ്ടു. എന്നിട്ട് രാജ്ഞി ചോദിച്ചു, നീ ആരാണ്? നീ എന്താണ് ഇങ്ങനെ ഒറ്റയ്ക്കിങ്ങനെ നടക്കുന്നത്? ദ്രൗപദി ദേവിയുടെ അവസ്ഥ സുദേഷിൻ്റെ അടുത്ത് പറഞ്ഞു കൊടുത്തു.
എന്നിട്ട് ഇത് കേട്ടിട്ട് സുദേഷിന് പറയോ, ഇത് അസാധ്യമാണ്, എങ്ങനെ ഇത് സംഭവിക്കാനാണ്? നീ ഇത്രയും സുന്ദരിയാണ്. എത്രയോ ദാസിമാർ, ദേവലോകത്തുള്ള ജനങ്ങൾ പോലും നിന്റെ ദാസിയാകാൻ തയ്യാറാവും. അത്രയും സുന്ദരിയാണ് നീ. നീ ഏതോ ഉയർന്ന രാജകുലത്തിൽ ജനിച്ചവളാണെന്നാണ് എനിക്ക് തോന്നുന്നത്. നിന്റെ മുഖമൊക്കെ ചന്ദ്രനെ പോലെ ഉദിച്ചിരിക്കുകയാണ്. നിന്റെ ശരീരം ഇത്രയും ഒതുങ്ങിയ ശരീരമാണ്. നിന്റെ കണ്ണുകൾ താമര ഇതൾ പോലെയാണ്. ആരാ പറയുന്നത്? സുദേഷ്ണ. പൊതുവേ ഞാൻ ഭക്തരെ കുറിച്ചല്ല പറഞ്ഞത്, പൊതുവേ സ്ത്രീജനങ്ങൾക്ക് മറ്റൊരു സ്ത്രീയുടെ ഗുണങ്ങളെ സ്തുതിക്കുന്ന ഇഷ്ടമല്ലാത്ത കാര്യമാണ്. പൊതുവെ അസൂയ കൂടുതലാണ്. ആണുങ്ങൾക്കും അങ്ങനെ തന്നെയാണ്. പക്ഷെ എന്നാലും പറയുക, അന്നേരം എന്നിട്ട് പോലും സുദേഷ്ണ ദ്രൗപദി ദേവി ഇത്രയും പുകഴ്ത്തുകയാണ്. അതിൽ എന്തുമാത്രം സുന്ദരിയായിരിക്കും ദ്രൗപദി ദേവി എന്നൊന്ന് ആലോചിച്ച് നോക്കണം. അതായത് ഒരു സ്ത്രീ തന്നെ ദ്രൗപദി ദേവി ഇത്രയും പുകഴ്ത്തണമെങ്കിൽ, ഇത്രയും ദേവിയുടെ സൗന്ദര്യത്തെക്കുറിച്ച് വർണ്ണിക്കണമെങ്കിൽ ദ്രൗപദി എന്തുമാത്രം സുന്ദരിയായിരിക്കണമെന്ന് നോക്കണേ. അവൻ പറഞ്ഞു, നിന്റെ കൺപീലികളും നിന്റെ ചുണ്ടുകളും നിന്റെ ത്വക്കും പട്ടിനെ പോലെ വളരെ മൃദുലമാണെന്നൊക്കെ പറയുകയാണ്. ആര് പറയുക? ആണല്ല പറയുന്നത്, വിരാട് രാജാവിൻ്റെ ഭാര്യ പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, നിന്റെ സൗന്ദര്യം എന്ന് പറയുന്നത് സാക്ഷാൽ ദേവിയുടെ ഇതുപോലെയാണ്. ദേവലോകത്ത് നീ ഇറങ്ങി വന്നതാണോ എന്ന് വരെ സുദേഷ്ണൻ ചോദിക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, നീ ആരാണെന്ന് സത്യം പറയൂ, കാരണം നീ ഒരു ദാസിയാണെന്ന് എനിക്ക് വിശ്വസിക്കാൻ കഴിയുന്നില്ല. ഉടൻ തന്നെ ദ്രൗപദി ദേവി സുദേഷ്ണയുടെ കണ്ണിലേക്ക് നോക്കിയിട്ട് പറഞ്ഞു, ഞാനൊരു ദേവിയല്ല, ഞാനൊരു ദേവലോകവാസിയല്ല, ഞാനൊരു ദാസിയാണ്, സൈരന്ധ്രിയാണ്. എനിക്ക് നന്നായിട്ട് മുടി തയ്യാറാക്കാൻ കഴിയും, പിന്നെ പലതരത്തിലും സ്ത്രീകളെ ഒരുക്കാൻ കഴിയും, പലതരത്തിലുള്ള മാലകൾ തയ്യാറാക്കാൻ കഴിയും, താമര കൊണ്ടും മുല്ല കൊണ്ടും. ഞാൻ ഇതിനു മുമ്പേ സത്യഭാമാദേവിയുടെ ദാസിയായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്, കൃഷ്ണൻ്റെ പ്രിയപ്പെട്ട പത്നിയായ സത്യഭാമയുടെ. പിന്നെ ഞാൻ ദ്രൗപദിയുടെയും ദാസിയായിട്ട് സേവനം ചെയ്തിട്ടുണ്ട്. എൻ്റെ പേര് മാലിനി എന്നാണെന്ന് പറഞ്ഞു. അത് നമ്മൾ പൊതുവെ സൈരന്ധ്രി എന്ന് പറയുമ്പോൾ അത് സൈരന്ധ്രി എന്നുള്ള പേരാണെന്ന് കരുതും. പക്ഷേ യഥാർത്ഥത്തിൽ സൈരന്ധ്രി എന്ന് പറഞ്ഞാൽ ഒരു വിഭാഗം ദാസിമാരാണ്. അതായത് രാജ്ഞിമാരുടെ സേവനം ചെയ്യുന്ന ദാസിമാർ. അന്നേരം സൈരന്ധ്രിയായിട്ട് ദ്രൗപദി ദേവി രാജ്ഞിയെടുത്ത് പറയുകയാണ്. എന്നിട്ട് പറഞ്ഞു, എൻ്റെ പേര് മാലിനി എന്നാണ്. ഇപ്പോൾ എനിക്ക് സേവനം ചെയ്യാനുള്ള അവസരമൊന്നും കിട്ടുന്നില്ല, അതുകൊണ്ട് ഈ കൊട്ടാരത്തിൽ അവിടുത്തെ ദാസിയായിട്ട് സൈരന്ധ്രിയായിട്ട് ഞാൻ സേവനം അനുഷ്ഠിച്ചോട്ടെ എന്ന് പറയുകയാണ്. സുദേഷ്ണ ദ്രൗപദി ദേവിയുടെ അസാമാന്യ സൗന്ദര്യത്തെ വീണ്ടും വീണ്ടും ഇങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് സുദേഷ്ണയ്ക്ക് വിശ്വസിക്കാൻ പറ്റുന്നില്ല. ഇതെങ്ങനെയാണ് ഒരു ദാസിയാകുന്നത്? ശരി, എന്തോന്നാവട്ടെ, എന്തായാലും ഇങ്ങനെ അതീവ സുന്ദരിയായിട്ടുള്ള ഒരു പെൺകുട്ടി എൻ്റെ കൊട്ടാരത്തിലുള്ളത് എനിക്കൊരു അഭിമാനം തന്നെയാണ്. പക്ഷെ അതേസമയം സുദേഷ്ണയ്ക്കൊരു ഭയം തോന്നി. എൻ്റെ ഭർത്താവായ രാജാവ് ഇവളെ നോക്കി തെറ്റായിട്ടുള്ള ചിന്തകൾ അയാളുടെ ഉള്ളിൽ വന്നാൽ എന്ത് ചെയ്യും? എന്നിട്ട് അതുകൂടാതെ മറ്റ് ആണുങ്ങളുടെയൊക്കെ ശ്രദ്ധ ഇവളിൽ പതിഞ്ഞു കഴിഞ്ഞാൽ എന്താവും എന്നൊക്കെ ആലോചിച്ചിരിക്കുകയാണ്. അങ്ങനെ ഇതൊക്കെ ചിന്തിച്ചിട്ട് രാജ്ഞി ചിരിച്ചു. എന്നിട്ട് കുറച്ച് സംശയത്തോടുകൂടി പറഞ്ഞു, ശരി, എന്തായാലും നിന്നെ ഞാൻ സേവികയായിട്ട് എൻ്റെ കൂട്ടത്തിൽ കൂട്ടാൻ ഞാൻ തയ്യാറാണ്, ഞാനതിനെ സംശയിക്കുന്നില്ല. പക്ഷെ എനിക്കൊരു ഭയമുണ്ട്, നിന്റെ സൗന്ദര്യം എൻ്റെ ഭർത്താവിനെ പോലും ആകർഷിപ്പിക്കുമെന്ന്. എന്നിട്ട് സുധീഷ്ണ പറയുകയും ചെയ്തു, കണ്ടോ എൻ്റെ കൂട്ടത്തിലുള്ള ദാസിമാരെല്ലാം നിന്നെ ഇങ്ങനെ ഇത്രയും ഇങ്ങനെ അത്ഭുതപ്പെട്ട് നിന്നെ നോക്കുന്നുണ്ടോ, നിന്റെ സൗന്ദര്യത്തെ. അന്നേരം എനിക്ക് തോന്നുന്നു ഈ ലോകത്ത് ജീവനുള്ള ഒരു ആണിന് പോലും നിന്റെ മുമ്പിൽ നേരെ ചൊവ്വി പിടിച്ചിരിക്കാൻ കഴിയില്ല.
അത്രയ്ക്ക് സുന്ദരിയാണ് ദ്രൗപദി ദേവി. ദ്രൗപദി മയ്യാക്കി ജയ. സുധീഷ്ണ പറയാണ്, ജീവനുള്ള ഒരു ആണിന് പോലും നിന്റെ മുമ്പിൽ പിടിച്ചിരിക്കാൻ കഴിയില്ലെന്ന് പറഞ്ഞു. അവരെല്ലാം നിന്റെ ഈ സൗന്ദര്യത്തിൽ വീണു പോകുമെന്ന് പറയുന്നു. എന്നിട്ട് സുധീഷ്ണ പറയാണ്, ഈ മരങ്ങളൊക്കെ ഇങ്ങനെ കുനിഞ്ഞിരിക്കുന്നത് നിന്നോടുള്ള ആകർഷണം കൊണ്ട് നിന്റെ മുമ്പിൽ തലകുനിച്ചിരിക്കുന്നതാണെന്ന് പറയും. എന്തായാലും നിന്നെ കണ്ടു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും എൻ്റെ രാജാവിൻ്റെ ഹൃദയം മാറുന്ന ലക്ഷണം ഉണ്ടെന്ന് പറഞ്ഞു. എന്നെ ഉപേക്ഷിക്കുമെന്ന് വരെ സംശയിക്കുന്നു എന്ന് പറഞ്ഞു. നിന്നെ നോക്കുന്ന എല്ലാവരുടെ ഉള്ളിലും കാമം കയറുന്നതായിരിക്കും എന്ന് പറഞ്ഞു. അതുകൊണ്ട് നിന്നെ എൻ്റെ സേവനത്തിൽ ഏർപ്പെടുത്തുന്നതിലൂടെ എനിക്ക് വലിയൊരു ആപത്തല്ലേ ഞാൻ വിളിച്ചു വരുത്തുന്നതെന്ന് പറഞ്ഞു. പക്ഷേ നിന്നെ എൻ്റെ കൂട്ടത്തിൽ വെക്കുന്നതുകൊണ്ട് എനിക്ക് സന്തോഷമേ ഉള്ളൂ. നിന്നെ എനിക്ക് അത്രയ്ക്ക് ഇഷ്ടമാണ്. പക്ഷെ എനിക്ക് അതേ സമയത്ത് ഭയമുണ്ടെന്ന് പറഞ്ഞു. ഉടൻ തന്നെ ദ്രൗപദി ദേവി രാജ്ഞിയുടെ പറഞ്ഞു, വിരാട് രാജാവല്ല ഈ ലോകത്ത് ആർക്കും എന്നെ ഒരിക്കലും ജയിക്കാൻ കഴിയില്ല. ഈ ലോകത്ത് ഇനി അങ്ങനെ ഒരാണ് ജനിച്ചിട്ടില്ലെന്ന് പറഞ്ഞു എന്നെ ജയിക്കത്തക്കവണ്ണം. എനിക്ക് 5 ഭർത്താക്കന്മാരുണ്ട്. അവരെല്ലാം ഗന്ധർവന്മാരാണ്. അവര് എന്നെ എപ്പോഴും സംരക്ഷിച്ചുകൊണ്ടിരിക്കും. അവരെ അല്ലാതെ ഒരാണിനെ പോലും ഞാൻ നോക്കാറില്ല. പക്ഷെ അവർ ഒരുപാട് നിബന്ധനകൾ എന്നോട് വെച്ചിട്ടുണ്ട്. അതുകൊണ്ടാണ് അവരെൻ്റെ ഭർത്താവായത്. എൻ്റെ ഗന്ധർവന്മാരായിട്ടുള്ള ഭർത്താക്കന്മാർ പറഞ്ഞിരിക്കുന്നത്, മറ്റൊരാൾ കഴിച്ച ഭക്ഷണം ഞാൻ ഒരിക്കലും കഴിക്കാൻ പാടില്ല. മറ്റൊരാളുടെ പാദം ഞാൻ കഴുകാൻ പാടില്ല. അതുകൂടാതെ എന്നെ ഏതെങ്കിലും ആണുങ്ങൾ തെറ്റായിട്ട് കാംക്ഷിക്കുകയാണെങ്കിൽ എൻ്റെ ഭർത്താക്കന്മാർ വളരെ രഹസ്യമായിട്ട് അവരെ കൊല്ലുന്നതായിരിക്കും. അതുകൊണ്ട് ധർമ്മത്തിൽ നിന്നും ആർക്കും എന്നെ വ്യതിചലിപ്പിക്കാൻ കഴിയത്തില്ല രാജ്ഞി. പക്ഷെ എന്നാലും ഞാൻ അങ്ങയോട് അഭ്യർത്ഥിക്കുകയാണ്, ഒരാണിൻ്റെയും തെറ്റായിട്ടുള്ള ദൃഷ്ടി എൻ്റെ മുകളിൽ പതിയാതെ അങ്ങ് എന്നെ കാത്തുകൊള്ളണമെന്ന്. അതുകൊണ്ട് അങ്ങേക്ക് എന്നിൽ നിന്ന് ഭയപ്പെടേണ്ട ആവശ്യമില്ല, എന്നെ അങ്ങ് സുരക്ഷിതയാക്കൂ എന്ന് പറഞ്ഞു. ഇത് കേട്ടപ്പോൾ സുധീഷ്ണയ്ക്ക് വലിയ സന്തോഷമായി. സുധീഷ്ണ പറഞ്ഞു, തീർച്ചയായിട്ടും ഞാനിതാ വാക്ക് നൽകുന്നു, നിനക്ക് ലഭിക്കുന്ന ഭക്ഷണം മറ്റൊരാൾ കഴിച്ചതായിരിക്കത്തില്ല. അതായത് പാചകം ചെയ്ത നിനക്കായിട്ട് ഫ്രഷ് ഭക്ഷണമായിരിക്കും ആദ്യം നൽകുന്നത്. വേറെ ആരും അതിനെ തൊടത്തില്ലെന്ന് പറഞ്ഞു. ഒരാളുടെയും കാല് കഴുകാനും നിന്നെ ഞാൻ ഒരിക്കലും വിളിക്കത്തില്ലെന്ന്. ഹരേ കൃഷ്ണ. ദ്രൗപദി മയ്യാക്കി ജയ. ഇത് കേട്ടുണ്ടായി ദ്രൗപദി ദേവി നന്ദി പറഞ്ഞു. എന്നിട്ട് അന്തപുരിയിലേക്ക് കൊണ്ടുപോയി. അങ്ങനെ ദ്രൗപദി ദേവി അവിടെ സൈലന്ദ്രിയായിട്ട് സേവനം ആരംഭിച്ചു. ദ്രൗപദി ദേവി വിരാട് രാജ്യത്തിലേക്ക് കയറിയ ഉടൻ തന്നെ സഹദേവൻ ഗോപാലനായിട്ട് കൊട്ടാരത്തിലേക്ക് കയറുകയാണ്. എന്നിട്ട് നേരെ വന്ന് കയറിയത് തന്നെ ഗോശാലയിലാണ്, വിരാട് കൊട്ടാരത്തിൻ്റെ അടുത്തുള്ള ഗോശാലയിൽ. അതേ സമയത്ത് തന്നെ രാജാവും അവിടെ സന്ദർശിക്കാൻ എത്തിയിരുന്നു. ഉടൻ തന്നെ വിരാട് രാജാവ് ചോദിച്ചു, ആരാണ് നീ എന്നൊക്കെ ചോദിച്ചു. നേരെ സഹദേവൻ പറഞ്ഞു, ഞാനൊരു വൈശ്യനാണ്, എൻ്റെ പേര് തന്ത്രിപാലൻ എന്നാണ്. ഞാൻ പാണ്ഡവരുടെ പശുക്കളുടെ കാര്യമൊക്കെ നോക്കുന്ന ആളായിരുന്നു. ഞാൻ പശുക്കളെയൊക്കെ നോക്കാൻ നല്ല വിദഗ്ധനാണ്. അതുകൊണ്ട് ഞാൻ ഇവിടെ സേവനം അനുഷ്ഠിക്കാൻ ആഗ്രഹിക്കുന്നു എന്ന് പറഞ്ഞു. വിരാട് രാജാവ് സഹദേവന്റെ ശരീരമൊക്കെ കണ്ടിട്ട് പറഞ്ഞു, നീ ഒന്നെങ്കിൽ ഒരു ബ്രാഹ്മണനാണ്, അല്ലെങ്കിൽ മഹാശക്തനായ ക്ഷത്രിയനാണ്. അതുകൊണ്ട് എനിക്ക് തോന്നുന്നു നീ ഭരണാധികാരികളുടെ കൂട്ടത്തിൽ നിൽക്കാൻ, ഒരു യോദ്ധാവ് ക്ഷത്രിയനായിട്ട് നിൽക്കുന്നതാണ് നിനക്ക് ഏറ്റവും അനുയോജ്യം. നീ ആരാണ് യഥാർത്ഥത്തിൽ എനിക്ക് പറഞ്ഞു തരാമോ? നിനക്ക് ശമ്പളമായിട്ട് എന്താണ് വേണ്ടത് എന്നൊക്കെ ചോദിച്ചു. അന്നേരം ഉടനെ നകുലൻ പറയുകയാണ്, നകുലൻ
ഓൾറെഡി കയറിയല്ലോ നേരത്തെ തന്നെ, കുതിരകളുടെ ആയിരുന്നൊക്കെ. പറഞ്ഞു, ഞാൻ ഇന്ദ്രപ്രസ്ഥത്തിലായിരുന്നു. ഞാൻ അവിടെ പാണ്ഡവരുടെ അസംഖ്യം പശുക്കളുടെ കാര്യം നോക്കുമായിരുന്നു. പശുക്കളെക്കുറിച്ചുള്ള എല്ലാ കാര്യങ്ങളും എനിക്കറിയാം. എനിക്ക് ശമ്പളമായിട്ടൊന്നും വേണ്ട, എനിക്ക് താമസിക്കാൻ അനുവദിച്ചാൽ മതി. എൻ്റെ കഴിവിൻ്റെ പരമാവധി ഞാൻ നിങ്ങളുടെ സേവനം അനുഷ്ഠിക്കാൻ ശ്രമിക്കാമെന്ന്. രാജാവ് സമ്മതിച്ചു. പറഞ്ഞു, എനിക്ക് 1,00,000 പശുക്കളുണ്ട്, അവരെ നോക്കാനായിട്ട് കുറേ സേവകരുമുണ്ട്, ഇവരെല്ലാം ഭരിക്കുന്നത് ഇനി നീ ആയിരിക്കും എന്ന് പറഞ്ഞു. നിനക്ക് സന്തോഷത്തോടുകൂടി സമാധാനത്തോടുകൂടി ഇവിടെ കഴിയാം. നീ ആഗ്രഹിക്കുന്ന എല്ലാം നിനക്ക് ലഭിക്കുമെന്ന് ഞാൻ ഉറപ്പ് നൽകുന്നു എന്ന് പറഞ്ഞു. ഇനിയാണ് നമ്മുടെ വീരനായകൻ പ്രവേശിക്കുന്നത്. ആരാണ്? എല്ലാവരും കയറി. ഇനി ആരാ ബാക്കിയുള്ള? പറയൂ, ആരാണ്? ഇനി ആരാണ് കയറാനുള്ളത്? കമൻസിലിടൂ പെട്ടെന്ന്. ആ പേര് കേൾക്കാൻ ഞാൻ കൊതിക്കുന്നു. ഭഗവാനും കൊതിക്കുന്നു ആ പേര് കേൾക്കാൻ. ഇനി ആരാണ് വരാനുള്ളത്? അർജുനൻ. യെസ്, ഗാന്ധീവധാരി അർജുനൻ, കൃഷ്ണസഖ അർജുനൻ, പാർത്ഥൻ, ഭഗവാന്റെ പ്രിയപ്പെട്ട പാർത്ഥൻ കയറുകയാണ്. അങ്ങനെ സഹദേവൻ കയറി. ഒരു ദിവസം കഴിഞ്ഞ് അടുത്ത ദിവസം പുതിയൊരാൾ വന്നിരിക്കുന്ന കൊട്ടാരത്തിലേക്ക്. വലിയൊരു അജാനുബാഹു, ഭയങ്കര ശക്തമായിട്ടുള്ള ശരീരം, എന്നിട്ട് അതീവ തിളക്കമുള്ള വസ്ത്രം ധരിച്ചിരിക്കുന്നു. സ്ത്രീയുടെ വേഷമാണ് ധരിച്ചിരിക്കുന്നു, ആഭരണങ്ങളും ധരിച്ചിരിക്കുന്നു. നേരെ കൊട്ടാരത്തിലേക്ക് കയറുകയാണ്. പക്ഷെ ഓരോ നടത്തിയിലും ഭൂമി ഇങ്ങനെ കുലുങ്ങിക്കൊണ്ടിരിക്കുകയാണ്, ഓരോ ചുവടിൽ. അന്നേരം ദേഹം മുഴുവൻ മറച്ചു വെച്ചിരിക്കുകയാണ്, കൈകൾ മുഴുവൻ വളകളെ കൊണ്ട് നിറച്ചിരിക്കുകയാണ്, കൈകൾ മുഴുവൻ ചെറിയ ശംഖുകളുടെയും സ്വർണത്തിൽ ശംഖിന്റെ അലങ്കാരങ്ങളുള്ള വളകൾ കൊണ്ട് നിറഞ്ഞിരിക്കുകയാണ്. കണ്ടു കഴിഞ്ഞാൽ തോന്നുന്നു ഒരു ആന അലങ്കരിച്ച് വരുന്ന പോലെ തോന്നുന്നു. അത്രയ്ക്ക് ശക്തനായിരുന്നു നമ്മുടെ അർജുനൻ. വിരാട് രാജാവ് കണ്ടിട്ട് ഞെട്ടിപ്പോയി. എന്നിട്ട് പറഞ്ഞു, ആരാണ് ഈ വ്യക്തി? ആരാണ്? ഇങ്ങനൊരു സാധനത്തെ ഞാൻ ആദ്യമായിട്ടാണ്, ഇങ്ങനൊരു വ്യക്തിയെ ഞാൻ ഇതുവരെയും കണ്ടിട്ടില്ലെന്ന് പറഞ്ഞു. കാരണം ഓരോ ചുവടുകൾ വയ്ക്കുമ്പോഴും ഭൂമി കുലുങ്ങുവാണെന്ന്. ഭീമൻ വന്നപ്പോൾ പോലും ഇത്രയും ഒരു ഗെറ്റപ്പോ ഇതൊന്നും കണ്ടില്ല. ഇവിടെ പറയുന്നു, ആർക്കും തിരിച്ചറിയാൻ കഴിഞ്ഞില്ല അർജുനെ. അവസാനം രാജാവ് തന്നെ അർജുനോട് ചോദിച്ചു, നിന്നെ കണ്ടാൽ ഈ ഭൂമിയിലുള്ള ഒരു വ്യക്തിയായിട്ട് എനിക്ക് തോന്നില്ല. നീ അതീവ സുന്ദരനാണ്, ചെറുപ്പക്കാരനാണ്. നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു ആനയെ പോലെയാണ് എനിക്ക് തോന്നുന്നത്. പക്ഷെ അതേ സമയത്ത് ആനയെ പോലെ ശക്തനായിട്ട് നിന്നെ കാണപ്പെടുന്നു. പക്ഷെ നിന്റെ കൈകളിൽ വളകളുമുണ്ട്, സ്വർണത്തിൻ്റെ കുണ്ടലങ്ങളും ധരിക്കുന്നു നീ. നിന്റെ മുടിയൊക്കെ ഇങ്ങനെ ചീകി വെച്ചിരിക്കുന്നു. അതേ സമയത്ത് നിന്റെ കൈകളിൽ ആയുധങ്ങളുമുണ്ട്, കവചമുണ്ട്. നീ എൻ്റെ മകനാകേണ്ടത് പോലെ എനിക്ക് തോന്നുകയാണ്. ഞാൻ വൃദ്ധനാണ്, അതുകൊണ്ട് നീ എനിക്ക് വേണ്ടി ഈ രാജ്യം ഭരിക്കുമെന്ന്. നോക്കണേ, വിരാട് രാജാവ് കണ്ടോണ്ടേ പറയാണ്, നീയാണ് ഈ രാജ്യം ഭരിക്കാൻ യോഗ്യനാണ്. എനിക്ക് ഒട്ടും വിശ്വസിക്കാൻ കഴിയുന്നില്ല നീ ഒരു നപുംസകമാണെന്ന്. ഉടൻ തന്നെ മേലാ കോരിത്തിരിക്കുന്നത് ഭയങ്കര. അത് ആ അർജുൻ്റെ ക്വാളിറ്റീസാണ് ഇവിടെ പറയുന്നത്. ആലോചിച്ച് നോക്കണം. ഇതൊക്കെ എഴുതിയത് വ്യാസമഹർഷി ചുമ്മാ ഇതൊക്കെ എഴുതുമോ? എന്നാലും ഒന്ന് ആലോചിച്ച് നോക്കുക, പാണ്ഡവരുടെ ഗുണങ്ങൾ എന്തൊക്കെയാണ് അല്ലേ? നമ്മുടെ ഉള്ളെങ്ങനെയാണോ അതേപോലെ ആയിരിക്കും നമ്മുടെ പുറം, നമ്മുടെ പെരുമാറ്റവും സംസാരവും ഒക്കെ അല്ലേ?
അന്നേരം വളരെ ഇവിടെ പറയുന്നു, അർജുനൻ സംസാരിച്ചു തുടങ്ങിയപ്പോൾ ആ സഭാമന്ദിരം മൊത്തം മുഴങ്ങുകയായിരുന്നു എന്ന് അർജുൻ്റെ ശബ്ദം. അർജുനൻ പറഞ്ഞു, ഞാൻ നന്നായി പാടും, ഞാൻ നന്നായി നൃത്തം ചെയ്യും, പലതരത്തിലുള്ള വാദ്യ ഉപകരണങ്ങളൊക്കെ ഞാൻ വായിക്കും, എല്ലാ തരത്തിലുള്ള സംഗീത കലകളിലും ഞാൻ മികവ് നേടിയ വ്യക്തിയാണ്. അതുകൊണ്ട് അങ്ങയുടെ മകളായ ഉത്തരയെ ഈ സംഗീതം പഠിപ്പിക്കാൻ, സംഗീതവും നൃത്തമൊക്കെ പഠിപ്പിക്കാൻ എനിക്കൊരു അവസരം നൽകണമെന്ന്. ഞാൻ എങ്ങനെ ഈ വേഷത്തിലേക്ക് എത്തി എന്ന് അങ്ങനോട് ഒരിക്കലും ചോദിക്കരുത്, കാരണം എനിക്കത് ഒരുപാട് ദുഃഖം നൽകുന്ന ചോദ്യം. ഞാൻ ബൃഹന്നലയാണ്, അങ്ങ് എന്നെ മകനായിട്ട് കാണാം, മകളായിട്ട് കാണാം, പക്ഷേ അനാഥനാണ് ഞാൻ എന്ന് പറഞ്ഞു. പക്ഷെ എന്നിട്ടും വിരാട് രാജാവിന് വിശ്വസിക്കാൻ കഴിയുന്നില്ല. വളരെ അത്ഭുതത്തോടുകൂടി ബൃഹന്നല ഇങ്ങനെ നോക്കുകയാണ്. എന്നിട്ട് പറഞ്ഞു, ശരി, ഞാൻ നിന്നെ എന്തായാലും പരീക്ഷിക്കും. പരീക്ഷിച്ചതിന് ശേഷം ഞാൻ നിന്നെ എൻ്റെ മകളുടെ നൃത്തത്തിൻ്റെ ഗുരുവായിട്ട് ഞാൻ നിയമിക്കുന്നതായിരിക്കും. പക്ഷെ എന്നിട്ടും നീ ഈ ലോകം മുഴുവൻ ഭരിക്കാൻ യോഗ്യനാണെന്ന് എനിക്ക് തോന്നുന്നു എന്നൊക്കെ ആര് പറയുന്നു? രാജാവ് പറഞ്ഞു. എന്നിട്ട് രാജാവ് എന്ത് ചെയ്തെന്നറിയാം? രാജാവ് അതീവ സുന്ദരികളായിട്ടുള്ള സ്ത്രീജനങ്ങളെ ബൃഹന്നലയ്ക്ക് ചുറ്റും നിർത്തി എന്നുള്ളതാണ്. ഈ പറഞ്ഞ വ്യക്തിയുടെ ഉള്ളിൽ കാമമുണ്ടോ എന്ന് പരീക്ഷിക്കാനായിട്ട്. ഹരേ കൃഷ്ണ. സാക്ഷാൽ ഉർവശി ദേവി വന്നിട്ട് ഏറ്റവും അതീവ സുന്ദരിയായിട്ടുള്ള അപ്സരസായ ഉർവശി ദേവിയുടെ മുമ്പിൽ അർജുനൻ വീണില്ല, പിന്നെയാണ് ഈ ലോകത്തുള്ള സുന്ദരിമാരായിട്ടുള്ള നാരികളുടെ മുമ്പിൽ, അല്ലേ? അന്നേരം അതീവ സുന്ദരികളായിട്ടുള്ള സ്ത്രീകളെ ചുറ്റും നിർത്തി. എന്നിട്ട് അർജുനൻ്റെ മുഖഭാവമൊക്കെ കാരണം പൊതുവെ സ്ത്രീകൾക്കൊരു കഴിവുണ്ട്, അമ്മമാർക്കൊരു കഴിവുണ്ട്. ഒരാണ് ഏതർത്ഥത്തിലാണ് അവരെ നോക്കുന്നത് എന്ന് മനസ്സിലാക്കാനുള്ള കഴിവ് എല്ലാ സ്ത്രീജനങ്ങൾക്കുണ്ട്. അന്നേരം രാജാവ് പ്രത്യേകം സുന്ദരിമാരായിട്ടുള്ള കുറേ നാരീജനങ്ങളെ അർജുനന് ചുറ്റും നിർത്തിയിട്ട് പറഞ്ഞു, പരീക്ഷിക്കുക, അവൻ്റെ ഉള്ളിൽ കാമമുണ്ട്. കാരണം എൻ്റെ മകളെ പഠിപ്പിക്കേണ്ട ആളല്ലേ, ഞാൻ എന്ത് വിശ്വസിച്ചിട്ട് ആളിനെ ഏൽപ്പിക്കുക എൻ്റെ മകളെ പഠിപ്പിക്കാനായിട്ട്? എത്ര ഷാർപ്പാണ് വിരാട് രാജാവ് നോക്കണേ. ഞാൻ പറഞ്ഞു, എന്നിട്ട് അങ്ങനെ പരീക്ഷിച്ചു. അതിൽ പ്രത്യേകിച്ച് ഇനി സംശയിക്കാനൊന്നുമില്ല. അതിൽ വിജയിച്ചു അർജുൻ. എന്നിട്ട് അർജുൻ്റെ സംഗീതത്തിൻ്റെയും നൃത്തത്തിൻ്റെയും കഴിവുകൾ തെളിയിക്കാൻ പറഞ്ഞു. ഉടനെ സ്ത്രീജനങ്ങൾ പറഞ്ഞു, ഒരു സംശയമില്ല, ആള് കിടുലം. അങ്ങനെ അതെല്ലാം പരീക്ഷന് ശേഷം രാജാവ് ബൃഹന്നല അർജുനെ ഉത്തര കുമാരിയുടെ ഗുരുവായിട്ട് നിയമിക്കുകയാണ്, സംഗീതവും നൃത്തവും ഒക്കെ പഠിപ്പിക്കാനായിട്ട്. അങ്ങനെ അർജുനൻ നപുംസകമായിട്ട് സ്ത്രീകളുമായിട്ട് വിരാട് കൊട്ടാരത്തിൽ താമസിക്കുകയാണ്. അവരെ നൃത്തം പഠിപ്പിക്കുന്നു, സംഗീതം പഠിപ്പിക്കുന്നു, പലതരത്തിലുള്ള പല രീതിയിലുള്ള നൃത്തങ്ങളും അഭ്യസിപ്പിക്കുന്നു. ഇതെല്ലാം ഗന്ധർവന്മാരിൽ നിന്ന് പഠിച്ചതായിരുന്നു. എന്നിട്ട് ഇവിടെ എടുത്തു പറയുന്ന മഹാഭാരതത്തിൽ ഉർവശിയുടെ ശാപത്താൽ അർജുന് ഇത്രയും സുന്ദരിമാരായിട്ടുള്ള സ്ത്രീകളുടെ ഇടയിൽ കഴിയുമ്പോഴും ഒരു തരത്തിലും മനസ്സ് ചഞ്ചലമായില്ല. ഉർവശി ശാപം ഉപകാരമായി എന്ന് ഇവിടെയായിരിക്കും ഏറ്റവും അനുയോജ്യം. അധികം താമസിക്കാതെ തന്നെ ബൃഹന്നല അന്തപുരിയിലുള്ള എല്ലാ സ്ത്രീകളുടെയും ഏറ്റവും പ്രിയപ്പെട്ട വ്യക്തിയായിട്ട് മാറി. അവിടെ ആർക്കും വിശ്വസിക്കാൻ കഴിയുന്നില്ല, ഒട്ടും ചെറിയൊരു സംശയം പോലും തോന്നിയില്ല ഇത് അർജുനാണ്. നകുലൻ കയറിയിട്ടില്ല, നകുലൻ ഇപ്പോഴും കയറിയിട്ടില്ല കേട്ടോ. അർജുൻ കയറി, ഇനി നകുലനെ ബാക്കിയുള്ളൂ. അതായത് ഇവിടെ പറയുന്നു, ഇനി നകുലൻ മാത്രമേ വിരാട് രാജ്യത്തിൽ കയറാൻ ബാക്കിയുള്ളൂ. അങ്ങനെ അർജുനൻ കയറിയതിൻ്റെ പിറ്റേ ദിവസം
നകുലൻ കയറുകയാണ്. പാണ്ഡവരിൽ ഏറ്റവും സുന്ദരനാണ് നകുലൻ. അതീവ സുന്ദരനാണ്. അന്നേരം ഇവിടെ പറയുന്നു, നകുലൻ അങ്ങോട്ട് കയറിയപ്പോഴത്തേക്ക് സൂര്യൻ ഉദിച്ചു നിൽക്കുന്ന പോലെ എല്ലാവർക്കും തോന്നി. നേരെ കുതിരകളെ നിർത്തുന്ന ആ സ്ഥലത്തേക്ക് നകുലൻ പോവുകയാണ്. എന്നിട്ട് കുതിരകളെയെല്ലാം സൂക്ഷിച്ച് നോക്കുകയാണ്. എന്നിട്ട് രാജാവ് നോക്കിയപ്പോൾ ദേവലോകത്ത് നിന്ന് വന്ന ദേവനെ പോലെ കാണപ്പെട്ടു നകുലനെ. ഉടൻ തന്നെ രാജാവ് നകുലനെ കൊട്ടാരത്തിലേക്ക് ക്ഷണിക്കുകയാണ്. എന്നിട്ട് നകുലൻ പറഞ്ഞു, രാജാവേ, എൻ്റെ പേര് ഗ്രന്ഥികൻ. ഞാൻ യുധിഷ്ഠിരൻ്റെ കുതിരകളെ നോക്കുന്ന ആളായിരുന്നു. പലതരത്തിൽ കുതിരകളെ നോക്കാൻ എനിക്കറിയാം. എനിക്ക് കുതിരകളെ മെരുക്കിയെടുക്കാൻ അറിയാം. അവരെ പല രീതിയിലും പരിശീലിപ്പിക്കാനും എനിക്കറിയാം. എൻ്റെ മേൽനോട്ടത്തിൽ ഒരിക്കലും ഒരു കുതിരകൾക്കും അസുഖം വരാറില്ല. അവരൊരിക്കലും അവരുടെ കഴിവുകൾ ഒരിക്കലും കുറഞ്ഞു പോകാറില്ല. അതുകൊണ്ട് അങ്ങയുടെ കുതിരകളുടെ കാര്യമൊക്കെ നോക്കാനുള്ള അവസരം എനിക്ക് നൽകണമെന്ന് അഭ്യർത്ഥിക്കുന്നു എന്ന് പറഞ്ഞു. ഞാൻ അങ്ങയുടെ സേവകനായിട്ടും വർത്തിക്കുമെന്ന് പറഞ്ഞു. വിരാട് രാജാവ് സൂക്ഷിച്ച് നകുലനെ നോക്കി. അതീവ സുന്ദരനാണ്, മഹാശക്തനായിട്ടും കാണപ്പെട്ടു. എന്നിട്ട് കണ്ടാൽ തന്നെ അറിയാം ഈ പറഞ്ഞ ഗുണങ്ങളൊക്കെ നകുലനുണ്ടെന്ന്. അതുകൊണ്ട് അധികം ഒന്നും സംസാരിക്കേണ്ടി വന്നില്ല. വിരാട് രാജ പറഞ്ഞു, തീർച്ചയായിട്ടും എൻ്റെ കുതിരകളുടെ എല്ലാ ഉത്തരവാദിത്വം ഇനി മുതൽ നീ തന്നെ നോക്കുക. എൻ്റെ രഥങ്ങളുടെയും കാര്യം നീ തന്നെ നോക്കുന്നതാണ്. പക്ഷെ നകുല, നിന്നെ കണ്ടു കഴിഞ്ഞാൽ ഒരു രാജാവിൻ്റെ ഒരു ഗാംഭീര്യമാണ് നിനക്ക്. നിന്നെ കാണുമ്പോൾ തന്നെ എനിക്ക് ഒരുപാട് സന്തോഷം തോന്നുന്നു. തീർച്ചയായിട്ടും യുധിഷ്ഠിരനും ഇതേപോലെ തന്നെ ആയിരിക്കും. പക്ഷേ നിന്നെപ്പോലെ ഉള്ള ദാസന്മാരില്ലാതെ പാവം യുധിഷ്ഠിരൻ ഒറ്റയ്ക്ക് എന്തായിരിക്കും ചെയ്യുന്നതെന്ന് ഞാൻ ഇങ്ങനെ ആശങ്കപ്പെട്ടിരിക്കുകയാണ്. അങ്ങനെ ആർക്കും സംശയം തോന്നാത്ത രീതിയിൽ പഞ്ചപാണ്ഡവരും ദ്രൗപദി ദേവിയും അജ്ഞാതവാസം ആരംഭിക്കുകയാണ്. ഹരേ കൃഷ്ണ. എങ്ങനെ ഉണ്ടായിരുന്നു ഇന്നത്തെ അധ്യായം? സത്യം പറഞ്ഞാൽ ഇന്നത്തെ അധ്യായം എടുക്കാൻ പറ്റുമെന്ന് ഞാൻ വിചാരിച്ചില്ലായിട്ട്. ഹരേ കൃഷ്ണ. ഭഗവാന്റെ കാരണത്തെ എടുക്കാൻ പറ്റി. പക്ഷേ നാളത്തെ അധ്യായം സൂപ്പറാണ്. കീചകവധം സൂപ്പർ രംഗമാണ്. അന്നേരം നാളെ വൈകിട്ട് നമുക്ക് കീചകവധം ചർച്ച ചെയ്യാം. എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു ഇന്നത്തെ ഈ മഹാഭാരത ചർച്ച. കാരണം രാവിലെ എടുക്കാൻ പറ്റിയില്ലല്ലോ, അതുകൊണ്ടാണ് വൈകിട്ട് എടുക്കാമെന്ന് വിചാരിച്ചത്. ഒരുപാട് സന്തോഷം നിങ്ങൾ ഇത്രയും ശ്രദ്ധിച്ചിരുന്നതിന്. മാക്സിമം ഭക്തർ ഇന്നത്തെ മനസ്സിലായി. ഇന്നത്തെ ചർച്ചയിലൂടെ നമ്മൾ തത്വമായിട്ട് കൂടുതൽ ചർച്ച ചെയ്തില്ല, പക്ഷേ അതിൽ തന്നെ തത്വം നമ്മൾ ചർച്ച ചെയ്തില്ലെങ്കിലും അത് കേൾക്കാൻ എത്ര രസമായിരുന്നു അല്ലേ? പാണ്ഡവരുടെ ആ ക്വാളിറ്റീസൊക്കെ എല്ലാവർക്കും ഇഷ്ടമായെന്ന് വിചാരിക്കുന്നു. എനിക്ക് ഇന്നത്തെ സത്സംഗത്തിൽ നിന്ന് മനസ്സിലായ കാര്യങ്ങൾ കമൻസിലിടുക. മാക്സിമം പേർക്കും ഇത് ഷെയർ ചെയ്യുക, ലൈക്ക് ചെയ്യുക. ഇനി നാളെ രാവിലെ 6 മണിക്ക് നമുക്ക് ഭാഗവത തത്വം കേൾക്കണം. ഒരുപാട് നന്ദി. ഭഗവാൻ നിങ്ങളെ അനുഗ്രഹിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ഹരേ കൃഷ്ണ.